എല്ലാ ആളുകളെയും അല്ലാഹു തആല ദാറുസ്സലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ദാറുസ്സലാം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് സ്വർഗീയ ലോകമാണ്. എല്ലാവരെയും അല്ലാഹു വിളിച്ചു എന്ന് കരുതി എല്ലാവരും സ്വർഗത്തിൽ എത്തിപ്പെടില്ല. സ്വർഗത്തിൽ എത്തിപ്പെടുന്നത് വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം, അല്ലാഹു തആല ഉദ്ദേശിച്ച ഹിദായത്ത് ലഭിച്ച സ്വർഗത്തിൽ കടക്കാൻ പര്യാപ്തമായ വിശ്വാസങ്ങളും അതിനോട് ബന്ധപ്പെട്ട കർമ്മങ്ങളുമുള്ള ഹിദായത്ത് എന്ന വിലമതിക്കാനാവാത്ത സ്വത്ത് കരസ്ഥമാക്കിയവർക്ക് മാത്രമേ സ്വർഗീയ പ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ ധാരാളം സംഘടനകളുണ്ട്. എല്ലാം ഇസ്ലാമിൻ്റെ പേരിലാണ്. എല്ലാവരും മുറുകെ പിടിക്കുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രമാണങ്ങളുമാണെന്ന് പറയപ്പെടുന്നു. ഞങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്ന് തുണിഷാപ്പുകാർ ഓഫർ ചെയ്യും പോലെ എല്ലാവരും ഓഫർ ചെയ്യുന്നു. നമ്മൾ പറയുന്നത് എല്ലാ സംഘടനയുടെ പിന്നിൽ അണിനിരന്നാൽ സ്വർഗപ്രവേശനം സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. സ്വർഗത്തിൽ എത്തുന്നത് ആരാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഈ വിശുദ്ധമായ ദീന് നമ്മൾക്ക് കൊണ്ടുവന്നു തന്ന, പടച്ചോനെ പരിചയപ്പെടുത്തി തന്ന, സ്വർഗം പരിചയപ്പെടുത്തി തന്ന, നരകം പരിചയപ്പെടുത്തി തന്ന, പുനർജന്മ ജീവിതം പരിചയപ്പെടുത്തി തന്ന, ലോകത്തെ പരിചയപ്പെടുത്തി തന്ന, വിചാരണ ലോകത്തെ പരിചയപ്പെടുത്തി തന്ന മഹാനായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി ആരാണ് സ്വർഗത്തിൽ കടക്കുന്നവർ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവിശാലമായ എല്ലാവർക്കും അറിയാകുന്ന ആ ഹദീസിന്റെ അവസാനത്തിൽ നബി തങ്ങൾ പറഞ്ഞത് മാ അന അലൈഹി വ അസ്ഹാബി എന്നാണ്. ഞാൻ എവിടെ നിന്നു അവിടെ നിന്നവർ, എന്റെ സ്വഹാബത്ത് എവിടെ നിന്നു അവിടെ നിന്നവർ. ഞാൻ എവിടെ നിന്നോ അവിടെ നിന്നവരും എന്റെ സ്വഹാബത്ത് എവിടെ നിന്നോ അവിടെ നിന്നവർ ആരാണോ അവർക്ക് മാത്രമേ സ്വർഗപ്രാപ്തി സാധ്യമാവുകയുള്ളൂ എന്ന് പുണ്യപ്രവാചകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടനകളും പ്രവർത്തനങ്ങളും പ്രവർത്തന മേഖലകളും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ആകത്തുക പാരത്രിക ലോകത്തെ ജീവിതം നന്നാവണം, പടച്ചവനെ നമ്മൾക്ക് കാണണം, സ്വർഗപ്രാപ്തി ലഭിക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കരഗതമാക്കാൻ വിശ്വാസം നന്നായേ തീരൂ, കർമ്മങ്ങൾ നന്നായേ തീരൂ. ഇത് ആരോടെങ്കിലുമുള്ള വൈരാഗ്യമോ ആരോടെങ്കിലുമുള്ള ദേശത്തിന്റെ പേരിലോ സാമ്പത്തിക ലാഭത്തിന്റെ പേരിലോ ഇങ്ങനെ ഭൗതികമായ താല്പര്യത്തിന്റെ പേരിൽ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ ഈ ലോകത്ത് വളരെ സൗഖ്യമാകുമെങ്കിലും ബാക്കിയുള്ള ലോകത്തെ ജീവിതം വളരെ പ്രയാസകരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്, അതിലുപരി നമ്മൾ വളരെ സന്തുഷ്ടരാണ്. അങ്ങനെ പറയാൻ കാരണം പുണ്യപ്രവാചകരുടെ കാലത്ത് തന്നെ വിശുദ്ധമായ ദീൻ കേരളത്തിലെത്തിയിട്ടുണ്ട്. പുണ്യപ്രവാചകർ ജീവിച്ചിരുന്ന കാലത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ, വിശുദ്ധ ദീനിന്റെ സുന്ദരമായ ഹിദായത്തിന്റെ വഴി കേരളത്തിലെത്തുകയും ആ വിശുദ്ധമായ ദീനീ ശാഖയിൽ നിന്ന്, ആ ദീപത്തിൽ നിന്ന് ഹിദായത്തിന്റെ കൈത്തിരിവട്ടം പുൽകാൻ ഭാഗ്യം ലഭിച്ചവരാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. ഹിജറ 5-ാം വർഷം കേരളത്തിൽ പള്ളി നിർമ്മിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഹിജറ 5-ാം വർഷം കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ കഅബാലയം, വിശുദ്ധമായ മക്കം ഫത്ഹ് നടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വിശുദ്ധമായ മക്കം ഫത്ഹാകുന്നത്, കഅബാലയം മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്നത് ഹിജറ 8-ാം വർഷമാണ്. ആ ഹിജറ 8-ന്റെ മുമ്പ് ഹിജറ 5-ാം വർഷം കേരളത്തിൽ പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഈ കേരളീയ മുസ്ലിമീങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് അറിയാൻ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിശിഷ്ടമായ ലേബിളിന്റെ പിന്നിൽ സുന്നികൾ എന്നറിയപ്പെടുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വാക്താക്കളായ ആളുകൾ നാളിതുവരെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്ത വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തുകളുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തമായി പറയാനും
അതിന്റെ ആധികാരികമായ രേഖകൾ സമുദായ സമക്ഷം സമർപ്പിക്കാനും എക്കാലവും വിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും പ്രവർത്തകരും എക്കാലത്തും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധമായ ദീൻ അള്ളാഹുവിന്റെ മതമാണ്. ഈ അള്ളാഹുവിന്റെ മതത്തെ സംബന്ധിച്ച് പലരും മനസ്സിലാക്കിയെടുത്ത് പലർക്കും പാകപ്പിഴവുകൾ സംഭവിച്ചു, തകരാറുകൾ സംഭവിച്ചു, വ്യാഖ്യാനങ്ങളിൽ കാര്യമായ പിഴവുകൾ സംഭവിച്ചു. ഈ വിശുദ്ധമായ ദീൻ കടന്നു വന്ന ഒരു വഴിയുണ്ട്, സലഫ് സ്വാലിഹീങ്ങളുടെ വഴി, മുൻഗാമികളുടെ വഴി. ആ മുൻഗാമികളുടെ വഴി ആരെങ്കിലും തള്ളിയാൽ വിശുദ്ധമായ ദീനിന്റെ ശരിയായ വശം തങ്ങളുടെ പക്കലുണ്ടെന്ന് ഒരാൾക്കും പറയുക സാധ്യമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഓരോരോ കാലഘട്ടങ്ങളിൽ അതാതു കാലങ്ങൾക്കനുസൃതമായി പ്രവാചകന്മാർ അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാര് മുഴുവനും പറഞ്ഞത് അല്ലാഹു തആല ഒരുവനാണ് എന്ന തൗഹീദിന്റെ വചനമാണ്. അല്ലാഹു തആല ഒരുവനാണെന്ന് പറയലോടുകൂടെ ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണ്, ഞങ്ങൾ ആ വിശുദ്ധമായ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നവരാണ്, ഞങ്ങളെ കൊണ്ട് ദീന് സമ്പൂർണമായി എന്നൊരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ച് മഹാനായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ അവസാനത്തെ നബിയാണ്, ഞാൻ അവസാനത്തെ പ്രവാചകരാണ്. ലാ റസൂല ബഅദി വലാ നബിയ, എന്റെ ശേഷം ഒരു നബി വരില്ല, എന്റെ ശേഷം ഇനി പ്രവാചക ദൗത്യവുമായിട്ട് ഒരാളും വരില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ അവൻ വ്യാജനാണ്, അവൻ കള്ളനാണ്, അവനെ തള്ളപ്പെടേണ്ടതാണ്. ഞാൻ അവസാനത്തെ പ്രവാചകരാണ്. ഈ ദീൻ സമ്പൂർണമാണ്. ഈ ദീനിൽ എന്തെങ്കിലും കാലത്തിനനുസൃതമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ദീനിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതില്ല. ഇത് സമ്പൂർണമായ മതമാണ്. ഈ ഒരു പ്രഖ്യാപനം വിശുദ്ധമായ അറഫാത്തിന്റെ മലമുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പുണ്യപ്രവാചകർ പറഞ്ഞു. സംഘടകരെ കുറിച്ച് ചൂടുള്ളമുണ്ട്. അന്ന് പ്രവാചകർ പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദീൻ സമ്പൂർണമായ മതമാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന കോടാനുകോടിയായ ആളുകൾക്ക് അവരുടെ കാലങ്ങൾക്കനുസൃതമായി അവരുടെ ജീവിതങ്ങൾക്കനുസൃതമായി ഇത് മാറ്റേണ്ടതില്ല, ഇത് സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ചു പുണ്യപ്രവാചകർ. അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ നബിതങ്ങളിലേക്ക് എത്തി. നബിതങ്ങൾ ഈ സന്ദേശങ്ങൾ തന്റെ അനുചരന്മാരായ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ സ്വഹാബികളാണ് പിൻകാലത്ത് കേരളത്തിൽ ദീൻ കൊണ്ടുവന്നിട്ടുള്ളത്. അവ കണ്ണികളായി പാരമ്പര്യമായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന വിശ്വാസ ശാസ്ത്രം നമ്മളിലെത്തിയിട്ടുള്ളത്. പടച്ചവന്റെ പരിശുദ്ധമായ ദീൻ ജിബ്രീൽ മുഖേന നബിതങ്ങൾ വഴി സ്വഹാബികളിലൂടെ കേരളത്തിന്റെ മണ്ണിലെത്തി. ഈ പറയപ്പെട്ട കണ്ണികളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു കണ്ണിയെ ആരെങ്കിലും നിഷേധിക്കുകയോ അവരെ അംഗീകരിക്കുകയില്ലെന്ന് പറയുകയോ ചെയ്താൽ തന്റെ കൈകളിൽ കിട്ടിയ പരിശുദ്ധമായ മതത്തിന്റെ, തന്റെ കൈകളിൽ കിട്ടിയ പരിശുദ്ധമായ ദീനിന്റെ അസുലിനെ സംബന്ധിച്ച് അവർ ആലോചിക്കേണ്ടതാണ്. ഈ പറയപ്പെട്ട വിശുദ്ധ ദീൻ നമ്മൾക്ക് കൊണ്ടുവന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുത്ത, വഹി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവാണ്. ആ ജിബ്രീലിനെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ വിശ്വാസം? അവർ മലക്കുകളാണ്, അവർ പാപസുരക്ഷിതരാണ്, ഒരു പാപവും ചെയ്യാത്തവരാണ്, അവർ ഒരിക്കലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാത്തവരാണ്. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് അത് അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ. ഒരിക്കലും ഈ ദീനിൽ കൂട്ടിച്ചേർക്കാൻ സാധ്യതയില്ല എന്നല്ല, കൂട്ടിച്ചേർക്കുകയില്ല. മൂന്നാമത്തെ കണ്ണി നബിയാണ്, പ്രവാചകരാണ്. ആ പ്രവാചകരെ സംബന്ധിച്ച് എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? അന്നഹും മഅ്സൂമൂന മിൻ കുല്ലി ദംബിൻ വ ഖതിയത്തിൻ ഖബല നുബുവതി വ ബഅദഹാ. നുബുവത്തിന്റെ മുമ്പും നുബുവത്തിന്റെ ശേഷവും ഒരു പാപവും ചെയ്യാത്ത പാപ സുരക്ഷിതരാണ് നബിതങ്ങൾ. ആ നബിതങ്ങളും ഈ വിശുദ്ധമായ ദീനിൽ കടത്തി കൂട്ടുകയില്ല. അതിന്റെ അടുത്ത കണ്ണി സ്വഹാബികളാണ്. ആ സ്വഹാബികളും അംഗീകരിക്കാൻ പറ്റുന്നവരും പിൻപറ്റാൻ പറ്റുന്നവരും മാതൃകായോഗ്യരുമാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറയപ്പെട്ട കണ്ണികളിലൂടെയാണ് കേരളത്തിൽ വിശുദ്ധമായ ദീൻ വന്നിട്ടുള്ളത്. ഈ കണ്ണികളിൽ പ്രധാനപ്പെട്ട കണ്ണിയായ ബഹുമാന്യരായ പുണ്യപ്രവാചകരെ സംബന്ധിച്ച് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം? നമ്മളുടെ വിശ്വാസം, വിശുദ്ധ ദീനിന്റെ വിശ്വാസം,
അവർ പാപ സുരക്ഷിതരാണ്, അവർ മഅസൂമുകളാണ്, അവർ ഇസ്മത്തുള്ളവരാണ്, ഒരു തെറ്റും ചെയ്യാത്തവരാണ്. നുബുവത്തിന്റെ മുമ്പും ചെയ്തിട്ടില്ല, നുബുവത്തിന്റെ ശേഷവും ചെയ്തിട്ടില്ല. എന്നാൽ മുജാഹിദിന്റെ വിശ്വാസം, നബി തങ്ങളെ സംബന്ധിച്ച് എന്താ മുജാഹിദിന്റെ വിശ്വാസം? നോക്കൂ നിങ്ങൾ, ഈ പുസ്തകം മുഅ്ജിസത്തും കറാമത്തും എന്ന പുസ്തകമാണ്. ഇത് എഴുതിയത് CP ഉമർ സുല്ലമിയാണ്. CP ഉമർ സുല്ലമി എഴുതിയത് ഇനി ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയാൻ പറ്റൂല, ഒക്കെ ലയിച്ചു ഗുണല്ലോ. ലയിച്ചതിന്റെ കോലം ഞാൻ പറയാം. ഈ മുഅ്ജിസത്തും കറാമത്തും പറയുന്ന ഈ പുസ്തകത്തിൽ ഉമർ സുല്ലമി എഴുതിയത് എന്താ നിങ്ങള്? അതിന്റെ 38ാമത്തെ പേജ് വേദനാജനകമായ ഒരു വാചകമാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് ഇവർ എഴുതിയത്. എന്താണ് ഇത് എഴുതിയത്? പ്രവാചകനായതുകൊണ്ട് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല. ഇതാർക്കും പരിശോധിക്കാവുന്നതാണ്. പ്രവാചകനായതുകൊണ്ട് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല. എന്താ സാധാരണ മനുഷ്യന്മാരിലുണ്ടാകുന്ന ദൗർബല്യം? കളവ് പറയും, വ്യഭിചരിക്കും, നിസ്കാരം ഒഴിവാക്കും, പലിശ വാങ്ങും. ഇങ്ങനെ എല്ലാ വാണ്ടാത്തരങ്ങളും മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന ദൗർബല്യങ്ങളാണ്. ആ ദൗർബല്യങ്ങൾ ഒരു പ്രവാചകനായി എന്നതുകൊണ്ട് ആ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. ഇങ്ങനെ ഒരു വിശ്വാസം ഒരു മനുഷ്യനുണ്ടെങ്കിൽ എങ്ങനെ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റും? എങ്ങനെ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റും? അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ, അടിത്തറ തന്നെ അപകടത്തിലല്ലേ? ഞങ്ങളങ്ങനെ എഴുതിയില്ലെന്ന് പറയാൻ നിർവാഹമില്ല, ഞങ്ങളെ ഗ്രൂപ്പല്ലെന്ന് പറയാനും നിർവാഹമില്ല. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിനെ ഒന്നുകൂടി വായിക്കാം. പ്രവാചകനായതുകൊണ്ട് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ ഇല്ലാതാകുന്നില്ല, മനുഷ്യാതീതമായ കഴിവും ലഭിക്കുന്നില്ല. സാധാരണ മനുഷ്യനുണ്ടാകുന്ന കഴിവെന്താണോ അതിനെ പ്രവാചകന്മാർക്കുണ്ടാകുള്ളൂ. ഒരു പ്രത്യേകമായൊരു കഴിവ് പ്രവാചകന്മാർക്കുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ശക്തമായ മുഅ്ജിസത്ത് നിഷേധമാണിത്. ഇങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ ആ പ്രവാചകന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയുന്ന ആശയം ഏതടിസ്ഥാനത്തിലാണ് ഉറപ്പോടുകൂടെ സ്വീകരിക്കുന്നത്? പ്രവാചകന്മാരിൽ നിന്നും മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ ഉണ്ടാകുമെന്നല്ലേ പറയണത്? അതാണ് നമ്മൾ പറയുന്നത്. അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ദൂരവ്യാപകമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നത് അള്ളാഹു ആദരിച്ചവരെ നമ്മൾ ആദരിക്കണം, അള്ളാഹു ബഹുമാനിച്ചവരെ നമ്മൾ ബഹുമാനിക്കണം, അള്ളാഹു നിന്ദിച്ചവരെ നമ്മൾ നിന്ദിക്കണം. ആ ബഹുമാനത്തിനും ആ സ്ഥാനമാനങ്ങൾക്കും ഒരു പ്രത്യേക സ്കെയിലുണ്ട്. ആ സ്കെയിൽ അനുസരിച്ചായിരിക്കണം പ്രവാചകന്മാരെ പോലെയല്ല ഔലിയാക്കന്മാർ. പ്രവാചകന്മാർ മഅസൂമുകളാണ്, ഔലിയാക്കന്മാർ മഅസൂമുകളല്ല, മഹ്ഫൂദുകളാണ്. സാധാരണക്കാരായ നമ്മൾ മഅസൂമുമല്ല, മഹ്ഫൂദുമല്ല. അപ്പൊ എല്ലാവരെയും നമ്മൾക്ക് ഒരുപോലെ കണ്ടുകൊണ്ട് കാണാൻ പറ്റൂല. തളപ്പ് കെട്ടണ സമയത്ത് തെങ്ങിന് വേറെ, കവുങ്ങിന് വേറെ, പനക്ക് വേറെ. എല്ലാതും തളപ്പിന് വലുപ്പത്തിന് വ്യത്യാസം ഉണ്ടാകും. പനമ്മ കയറുന്ന തളപ്പുമായിട്ട് കവുങ്ങമ്മ കയറിയാൽ തൊടന്റെ കമ്പനി പോയിന്റ് പോകും. അപ്പൊ ഓരോന്നിനും തളപ്പിന് വ്യത്യാസമുണ്ട്. ഔലിയാക്കന്മാരെ കാണുന്ന കണ്ടുകൊണ്ട് അമ്പിയാക്കന്മാരെ കാണാൻ പറ്റുമോ? അമ്പിയാക്കന്മാരെ കാണുന്ന കണ്ടുകൊണ്ടാണോ നമ്മളെ പോലത്തെ സാധാരണക്കാരെ കാണുന്നത്? അതാ നമ്മൾ പറഞ്ഞത്. അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ പോലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി പറയട്ടെ, അടുത്ത കണ്ണി സ്വഹാബികളാണ്. സ്വഹാബികളെ സംബന്ധിച്ച് എന്താ നിങ്ങൾ എഴുതി വെച്ചത്? കേരളത്തിലെ മുസ്ലിയാക്കന്മാര് പറയുന്നത് തെളിവല്ലാത്തതുപോലെ സ്വഹാബികൾ പറയുന്നതും ഞങ്ങൾക്ക് തെളിവല്ല. തള്ളൂലല്ലോ, ഞങ്ങളെ ഗ്രൂപ്പല്ലെന്ന് പറയില്ലല്ലോ. കേരളത്തിലെ മുസ്ലിയാക്കന്മാര് ചെയ്യുന്നത് തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് തെളിവല്ല. എന്നാൽ സ്വഹാബികളെ സംബന്ധിച്ച് നമ്മളെ വിശ്വാസം എന്താണ്? എന്താ നബി തങ്ങൾ സ്വഹാബികളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്? അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ്. ആ നക്ഷത്രതുല്യരായ സ്വഹാബികളെ നിങ്ങൾ ആര് പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിന്റെ വഴിയിലാകുന്നതാണ്. ഇന്ന സ്വഹാബിയെ പിൻപറ്റിയാൽ എന്നല്ല, ഇന്ന സ്വഹാബിയെ പിൻപറ്റിയാൽ എന്നല്ല. അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് മുഴുവനും നക്ഷത്രതുല്യരാണ്. ഫബിഅയ്യിഹിം, ആ സ്വഹാബികളിൽ നിന്ന് ഏത് സ്വഹാബിയെയും, കേരളത്തിൽ വന്ന സ്വഹാബിയാകട്ടെ,
തമിഴ്നാട്ടിൽ വന്ന സ്വഹാബിയാകട്ടെ, നബിയുടെ കാലത്ത് മരണപ്പെട്ട സ്വഹാബിയാകട്ടെ, അവിടുത്തെ വഫാത്തിന്റെ ശേഷം ദീനീ ദഅവത്തിന് വേണ്ടി എവിടെ പോയ സ്വഹാബിയാകട്ടെ, ആ സ്വഹാബികളിൽ ആരെ പിൻപറ്റിയാലും ഇഹ്തദൈതും, നിങ്ങൾ സന്മാർഗം സിദ്ധിക്കും എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വഹാബികൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് തെളിവല്ലെന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയ ദീന് പിന്നെ എവിടുന്ന് കിട്ടിയതാ? ആ കയ്യിൽ കിട്ടിയ ദീനിന്റെ പാരമ്പര്യം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസാചാരങ്ങൾ നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 1500 കൊല്ലങ്ങളുടെ പാരമ്പര്യമുള്ള വിശ്വാസമാണ്. എന്നാൽ നമ്മൾ ആരെയും വിമർശിക്കണില്ല. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നമ്മൾ അറിയേണ്ടതല്ലേ? കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നമ്മൾ പഠിക്കണം. ഒരു മുൻവിധി ഇതിനാവശ്യമില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഈ ആശയങ്ങൾക്കും ഈ ആദർശങ്ങൾക്കും എത്ര പഴക്കമുള്ളത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ ഇത് രൂപീകരിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. അദ്ദേഹം നജ്ദുകാരനാണ്. ഹിജ്റ 1115 ജനിക്കുകയും ഹിജ്റ 1206 മരണപ്പെടുകയും ചെയ്ത നജ്ദുകാരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് വഹാബി പ്രസ്ഥാനം ഇവിടെ രൂപം കൊള്ളുന്ന വഹാബി പ്രസ്ഥാനത്തിന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഫത്വകൾ തുടങ്ങിയവയെ അനുധാവനം ചെയ്ത് അവകളെ അടിസ്ഥാന രേഖകളാക്കി മുന്നോട്ട് പോകുന്നവർക്ക് എങ്ങനെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയും? ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വിശ്വാസധാരകൾക്ക് ഒരു 300 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം മാത്രമാണുള്ളത്. 300 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന ആദർശങ്ങളും ആശയങ്ങളും അതിനു മുമ്പുണ്ടായിരുന്ന ഏത് ഇമാമാണ് അല്ലെങ്കിൽ ഏത് ആളുകളാണ് ഇവിടെ സമുദായത്തോട് പറഞ്ഞിട്ടുള്ളത്? എന്തെങ്കിലുമൊക്കെ പറയേ. സുന്നികളെ മുശ്രിക്കാക്കുമ്പോഴും സുന്നികൾക്ക് നേരെ മേക്കെട്ട് കയറുമ്പോഴും തങ്ങളുടെ വിശ്വാസധാരകൾ എവിടെ നിന്ന് വന്നു എന്ന് നോക്കണ്ടേ? ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആദർശങ്ങൾക്ക് ഒരു 300 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. നമ്മൾ പറയുന്നത് 300 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം നമുക്ക് ആവശ്യമില്ല. 500 കൊല്ലത്തെ പാരമ്പര്യമുള്ള വിശ്വാസം നമുക്ക് ആവശ്യമില്ല. 1000 കൊല്ലത്തെ പാരമ്പര്യമുള്ള വിശ്വാസം നമുക്ക് ആവശ്യമില്ല. 1500 കൊല്ലത്തെ പാരമ്പര്യമുള്ള വിശ്വാസം പുണ്യപ്രവാചകരിലേക്ക് എത്തിച്ചേരുന്ന വിശ്വാസമല്ലാതെ നമ്മൾക്ക് ആവശ്യമില്ലേ ഇല്ല. കേട്ടാ രസമുണ്ടാവോ? അതും ശരിയെന്നല്ലേ, ഇതും ശരിയെന്നല്ലേ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്ന് നമ്മുടെ യുക്തിപൂർണമായ ചോദ്യവും മറുപടി നമുക്ക് ആവശ്യമില്ല. അതിനവർക്ക് വേറെ സംഘടന ഉണ്ട്, യുക്തിവാദി സംഘടന വേറൊന്നുണ്ട്. ഒരു ഹക്ക് മറ്റൊന്ന് ബാത്തിലി, അതും ശരി ഇതും ശരി, അങ്ങനെ 2 ശരി ഉണ്ടാവണോ? അങ്ങനെ 2 ശരി ഉണ്ടാവില്ലല്ലോ. 2 ശരി ഉണ്ടായ കോയി അയലുമക്കേരന്മാർ ഒരു ഇസ്തിഖാമത്ത് ഉണ്ടാവൂല. ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള ഒരു നൂല് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കയറ് കെട്ടിയിട്ട് ആ ലൂസായി കിടക്കുന്ന കയറുമ്മന് കോഴിന് കയറി മുന്നുക്കും തൂങ്ങും ബാക്കും തൂങ്ങും, മുന്നുക്കും തൂങ്ങും ബാക്കും തൂങ്ങും. മര്യാദക്ക് നിൽക്കണോടത്ത് ഒരു സെക്കൻഡ് നിൽക്കാൻ ഇതിന് കഴിയൂല. ഇതേപോലെ അവിടും ശരിയാണ് ഇവിടും ശരിയാണ്, അവിടും ശരിയാണ് ഇവിടും ശരിയാണ് എന്നാണ് ഇയാൾ പിന്നെ എവിടെ നിൽക്കണു? അപ്പൊ ഒരു ശരി ഒരു തെറ്റ്, ശരി അത് ഇന്നതാണ് ശരി എന്ന് പറയാനും തെറ്റ് ഇന്നതാണ് തെറ്റ് എന്ന് പറയാനും ആർജവത്തോടെ പറയാൻ കഴിയണം. അപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന വഹാബിസം, അത് വഹാബിയാകട്ടെ, സലഫി എന്നുള്ള പേരിലാകട്ടെ, മുജാഹിദ് എന്നുള്ള പേരിലാകട്ടെ, ജിന്നൂരി എന്ന പേരിലാകട്ടെ, മടവൂരി എന്ന പേരിലാകട്ടെ, ഏത് പേരിലായാലും അറബി പറഞ്ഞ പോലെ നമുക്ക് കുല്ലും സവ, നമുക്കൊക്കെ കണക്ക് തന്നെ. അവരുടെ ആശയങ്ങൾക്ക് 300 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. 1941 രൂപീകൃതമായ ജനാബ് അബുൽ അഅ്ല മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി ഒരു 90 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. ഇനി അങ്ങനെ പോയാൽ ഖാദിയാനികൾ 1835 പഞ്ചാബിലെ ഖാദിയാനിൽ ജനിച്ച മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ഖാദിയാനിസം ഒരു 200 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. തബ്ലീഗ് ജമാഅത്തുകാരൻ നല്ല താടിയും തലപ്പാവും വെച്ച് മുഷാവറ മെമ്പറാന്നൊക്കെ തോന്നും കണ്ടാല്. ആ തബ്ലീഗ് ജമാഅത്തുകാരന്റെ വിശ്വാസാചാരങ്ങൾക്ക് ജനാബ് മുഹമ്മദ് ഇല്യാസി സാഹിബ് കൊണ്ടുവന്ന ആശയങ്ങൾക്ക് ഒരു 80 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. 962 ഇവിടെ വന്ന ചേകനൂർ മൗലവി, അയാൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞത്
5 വക്ത നിസ്കാരമില്ല, വെറും 3 വക്തേ ഉള്ളൂ എന്ന് വാദിച്ചത് വിശുദ്ധ ഖുർആൻ വെച്ചിട്ടാണ്. അയാളുടെ സംഘടന ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. അങ്ങനത്തെ ഒരു നല്ല പേരുള്ള സംഘടന കേരളത്തിൽ പിന്നെ വന്നിട്ടില്ല. ഇങ്ങനെ പലരും ഇവിടെ വന്നില്ലേ. എല്ലാവരും കൂടി സ്വർഗത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥനക്ക് എന്തർത്ഥമാണുള്ളത്? മാന അലൈഹി വസുഹാബി എന്ന് പറഞ്ഞ പുണ്യപ്രവാചക ഈ വാക്കിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് വിശ്വാസാചാരങ്ങളും കർമ്മങ്ങളും കൃത്യനിഷ്ഠമായി മുൻവിധിയില്ലാതെ എന്റെ മണ്ടക്ക് അങ്ങനെയാണ് മനസ്സിലാകണത്, എനിക്കങ്ങനെയാണ് തോന്നണത് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ മലയാളത്ത് ഖുതുബോധന പള്ളിക്ക് പോവുകയാണ്. സാധു അങ്ങനെ പോകല്ലേ, എനിക്ക് ഖുതുബ തിരിയണമല്ലോ, അനക്ക് തിരിയണം എന്നുള്ളത് എന്നെ ന്യായാണ്. നബി തങ്ങൾ അങ്ങനെ ഓതിയോ? ഇല്ല. സ്വഹാബികൾ അങ്ങനെ ഓതിയോ? ഇല്ല. കേരളത്തിലേക്ക് ദീൻ കൊണ്ടുവന്ന സ്വഹാബികൾ മലയാളക്കരയിലല്ലേ പള്ളി ഉണ്ടാക്കിയത്? അതെ. ആ മലയാളക്കരയിൽ ഈ സ്വഹാബികൾ മലയാളത്തിൽ ഓതിയോ? ഇല്ല. എന്നാ മലയാളം തിരുന്നവരോട് ഓദിച്ചോ? ഇല്ല. പിന്നെ നീ ഏതടിസ്ഥാനത്തിലാ മലയാളത്തിൽ ഖുതുബ എന്ന പള്ളിക്ക് പോണത്? എനിക്കത് തിരിയണം, അത് നിന്റെ ന്യായമാണ്, അത് ദീനല്ല എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ ഈ ദീൻ സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ച അന്ന് ഏത് ഭാഷയിലാന്ന് ഖുതുബ ഓതിയത്? ഈ ദീൻ സമ്പൂർണ്ണാന്ന് നബി പ്രഖ്യാപിച്ചില്ല അറഫയിൽ വെച്ച്. ഇത് സമ്പൂർണമാണ്, ഇനി എന്റെ ശേഷം ഒരു നബി വരൂല, ഇനി അള്ളാന്റെ കലാമ് വരൂല, വഹി ഇവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ അവസാനത്തെ നബിയാൻ, വിശുദ്ധ ഖുർആൻ അവസാനത്തെ ഗ്രന്ഥമാണ് എന്ന് പ്രഖ്യാപിച്ച അന്ന്, ഇത് സമ്പൂർണ്ണ മതമാണെന്ന് പ്രഖ്യാപിച്ച അന്ന് ഏത് ഭാഷയിലാന്ന് മക്കത്തും മദീനത്തും ഖുതുബ ഓതിയത്? അറബിയില്. പിന്നെ ആരെങ്കിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ഓനക്ക് തിരിയുന്ന ഭാഷയിൽ ഖുതുബ ഓതിയാൽ എന്താണ് ഇതിനർത്ഥം? സമ്പൂർണമായ മതത്തിൽ നിന്ന് പുറത്താണ് എന്നതിനർത്ഥം. അതിന് ചിന്തിക്കാൻ APJ അബ്ദുൽ കലാമിന്റെ ബുദ്ധിയൊന്നും ആവശ്യമില്ല, മൂക്കിന്റെ പാലം കീപ്പെട്ട് തൂങ്ങിയാൽ മതി. ഈ ദീന് സമ്പൂർണമാണ് എന്ന് പ്രഖ്യാപിച്ചാന്ന് എത്ര റക്അത്താ തറാവീഹ്സ്കരിച്ചത്? 20 റക്അത്ത് തറാവീഹ്. ആരെങ്കിലും പിൻകാലത്ത് ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് 8 മതിയെന്നോ 12 മതിയെന്നോ പറഞ്ഞാൽ ഓനെ സൗകര്യം പോലെ നിസ്കരിക്ക, അതേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ മതത്തിന്ന് പുറത്താണ്. എന്റെ സൗകര്യം പോലെ എനിക്ക് ചെയ്യാം, അത് സ്വതന്ത്രമായ നാടാണിത്, ദീനാന്ന് പറയാൻ പറ്റൂല. കാരണം സമ്പൂർണമായ മതമാണെന്ന് പ്രഖ്യാപിച്ചന്ന് 20 റക്അത്ത് തറാവീഹാണ് പുണ്യപ്രവാചകൻ നിസ്കരിച്ചത്. മരണപ്പെട്ടു പോയവരുടെ പേരിൽ പുണ്യപ്രവാചകർ പ്രാർത്ഥന നടത്തിയില്ലേ? ഖബർ സിയാറത്ത് നടത്തിയില്ലേ? ഇതൊക്കെ നടത്തിയ പ്രവാചകർ അന്ന് ദീന് സമ്പൂർണ്ണ എന്നാ പറഞ്ഞത്. പിൻകാലത്ത് ആരെങ്കിലും ഖബർ സിയാറത്ത് പാടില്ലെന്ന് പറഞ്ഞാൽ ആ വാദം ദീനിന്ന് പുറത്താണ്, സമ്പൂർണമായ മതത്തിൽ നിന്ന് പുറത്താണ്. അതാണ് ഈ പറഞ്ഞത്. വാദിക്കുറുവൽക്ക് വാദിക്ക, ഇത് മതേതരത്വ റിപ്പബ്ലിക്കൻ രാജ്യമാണ്, ആർക്കെന്തും പറയാ. ഒരുത്തം പറയാണ് ഞാൻ തുണി അയച്ചിട്ട് നടക്കുകയാണ്, ഓന് നടക്കാം, ഇത് ഇന്ത്യ രാജ്യമാണ്, പക്ഷെ അത് ദീനാണെന്ന് പറയരുത്, അത്രേ നമ്മൾ പറയണുള്ളൂ. ദീനാകുമ്പോൾ ആ ദീന് ഇവിടെ കൊണ്ടുവന്ന പ്രവാചകർ എന്ത് പഠിപ്പിച്ചു എന്ന് നോക്കണ്ടേ, അവരെങ്ങനെ ജീവിച്ചു എന്ന് നോക്കണ്ടേ. നമ്മളെ സൗകര്യം പോലെ മാറ്റാൻ പറ്റുന്നതാണോ വിശുദ്ധമായ ദീന്? അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരു സുന്ദരമായ സാഹചര്യത്തിൽ നിന്ന് മുൻഗാമികളെ, പാരമ്പര്യമായി വന്ന വിശ്വാസാചാരങ്ങളെ മുൻവിധിയോടുകൂടെ വിമർശിക്കുന്നതും കണ്ണടച്ചിരുട്ടാക്കുന്നതും മഹാപാതകമാണ്, അപകടകരമാണ്. ഇതൊരു മുജാഹിദിന്റെ നേതാവയുടെ അടുത്ത കാലത്ത് ഇതൊരു പുസ്തകമാണത്. സക്കരിയ സ്വലാഹി എഴുതിയ പുസ്തകം. ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും അതിന്റെ പേര്. ആർക്കും വരാവുന്നതും ഇത് പരിശോധിക്കാവുന്നതുമാണ്. പച്ച മലയാളത്തിൽ. ഞാനത് വായിക്കണതിന് മുമ്പ് ഇതിലെന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ അദ്ദേഹം എഴുതിയത്? ഞങ്ങൾ ഇങ്ങനെ പഠിച്ചതനുസരിച്ച് ഇങ്ങനെ അമല് ചെയ്യാം, അങ്ങനെ ചെയ്യണതിനിടയ്ക്ക് അത് തെറ്റാന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്തും, പിന്നെ മനസ്സിലായതുപോലെ ഞങ്ങൾ ചെയ്യും. പിന്നെ അത് തെറ്റാന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ പിന്നെയും തിരുത്തും, പിന്നെ അങ്ങ് മനസ്സിലായതുപോലെ ഞങ്ങൾ ചെയ്യും. അങ്ങനെ സൗകര്യം പോലെ ഞങ്ങൾ മതത്തെ തിരുത്തും. ഇത് ഇസ്ലാമിന്റെ പേരിലാണ്. ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഈ പുസ്തകത്തിൽ വളരെ വ്യക്തം ഒരുപാട് ഒരു ഗഫലത്ത് ഇയാൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ 64-ാമത്തെ പേജ് അദ്ദേഹം എഴുതി, ഞാൻ വായിക്കാം ചുരുക്കത്തിൽ. കുറെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയണം ചുരുക്കത്തിൽ. അപ്പപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം യഥാസമയം തിരുത്തിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങള്.
അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മളുടെ തെറ്റായ ധാരണകളെ നാം യഥാസമയം തിരുത്തിയിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടായത്? അസുഖത്തിന് ഡോക്ടർക്ക് വരും, എനിക്ക് ഇന്ന അസുഖം ഉണ്ടായി എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായി നോക്കണ്ടേ? ബന്ധേനെ നമുക്ക് ഗുളിക തരാം, പക്ഷെ എങ്ങനെ ഉണ്ടായി നോക്കണ്ടേ? എങ്ങനെ നിങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടായത്? മുൻവിധിയോടുകൂടെ കാര്യങ്ങൾ നിങ്ങൾ മുൻവിധിയോടുകൂടെ മനസ്സിലാക്കി എന്നതാണ് വസ്തുത. പലരെയും അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടായില്ല, അങ്ങനെ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. പിന്നീട് കൂടുതൽ പ്രബലമായ തെളിവുകൾ ലഭിച്ചപ്പോൾ നമ്മുടെ ധാരണകളെ വീണ്ടും തിരുത്തേണ്ടി വന്നു. ഒരു മനുഷ്യനെ എഴുതിയതാ അത്, അല്ല ഒരു നേതാവ് എഴുതിയതാ അത്. ദീനി തിരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇടക്കാലത്ത് നാം സ്വീകരിച്ചതും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പിന്നീട് നാം തിരുത്തിയതുമായ ചില കാര്യങ്ങളെ ഇന്നത്തെ ആദർശ വ്യതിയാനത്തിന് ന്യായീകരണമായി കണ്ടുകൂടാ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരുത്തിക്കണമെങ്കിലും അതൊന്നും ആദർശ വ്യതിയാനല്ല. അതിന്റെ പേര് പിന്നെന്താ അതിന്റെ പേര്? ഇതിനല്ല ആദർശ വ്യതിയാനം എന്ന് പറയല്. അതൊന്നും ആദർശ വ്യതിയാനല്ല. ഇന്നാകട്ടെ പ്രാമാണികമായി അതെല്ലാം തെറ്റാണെന്ന് നാം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രൂപത്തിൽ ഇക്കൊല്ലം പറഞ്ഞത് ഞങ്ങൾ തെറ്റാണ്, ഞങ്ങൾ അടുത്തൊല്ലം പറഞ്ഞോളാ, അതിലേറെ നല്ല തെളിവ് കിട്ടിയാൽ, ആ അടുത്തൊല്ലം പറഞ്ഞത് തെറ്റാ, ഞങ്ങൾ പിന്നത്തെ കൊല്ലം പറഞ്ഞോളാം, അതിലേറെ നല്ല തെളിവ് കിട്ടിയാൽ എന്ന് പറഞ്ഞ് പച്ച മലയാളത്തിൽ എഴുതേണ്ട സാഹചര്യത്തിലേക്ക് ആദർശപരമായ വ്യതിയാനങ്ങളുടെ വല്ലാത്തൊരു ഗോഡൌണായി മുജാഹിദ് പ്രസ്ഥാനം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വിശ്വാസങ്ങളെ കൃത്യമായി നമ്മൾ സംരക്ഷിക്കണം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഐക്യത്തിന്റെ പേരിൽ മുറവിളി കൂടുന്നൊരു സമയമാണിത്. നമുക്ക് മനസ്സിലാകാത്ത വല്ലാത്തൊരു ഐക്യമായി പോയി വാപ്പ. അത് എന്തൊരു ഐക്യാണത്? ഐക്യാകണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളില്ലേ? തൗഹീദും ശിർക്കും തമ്മിൽ എന്തൊരു ഐക്യങ്ങളെന്ന് ആലോചിച്ചു നോക്കാണ്. തൗഹീദും ശിർക്കും എന്തൊരു ഐക്യാണത്? അവ എന്തൊരു ദീന കയ്യിലുള്ളത്? തൗഹീദും ശിർക്കും തമ്മിൽ ഐക്യോ? ഇസ്ലാമും കുഫറും തമ്മിൽ ഐക്യമോ? എങ്ങനെയപ്പോ ഞങ്ങള് കുഫറും ശിർക്കൊക്കെ ആകണത്? രണ്ട് വിഭാഗമായി 10-15 കൊല്ലം രണ്ട് വിഭാഗമായി രണ്ട് ഭാഗമായി തിരിഞ്ഞ് മറുപടികളും ഖണ്ഡനങ്ങളും പ്രസംഗങ്ങളും നടത്തി ലേഖനങ്ങൾ ഇതിൽ സിംബോസിയങ്ങൾ സംഘടിപ്പിച്ച് മടവൂരും ഗ്രൂപ്പും തനിച്ച ശിർക്കിലാണെന്ന് കേന്നമുകാരി എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണങ്ങളൊന്നും തിരുത്തിയതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. കൂടിയോടത്തൊന്നും വലുത് പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല. ഇന്ന ആശയങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ തിരുത്തി, അതിന്റെ പേരിൽ ഞങ്ങൾ കോംപ്രമൈസായി, ഞങ്ങൾ ലയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഐക്യനാടകം എന്തിന്റെ പേരെയാന്ന് ഞങ്ങൾക്കറിയാം. തീവ്രവാദാരോപണത്തിന്റെ പേരിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതാക്കന്മാരോ അനുയായികളോ അഭ്യുദയകാംക്ഷികളോ പലരെയും പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനൊരു നൂലാമാല സലഫികളെന്ന് പേരുണ്ടായി. ഇങ്ങനെ പോയാൽ പലരും പിടിക്കപ്പെടുമെന്ന സാഹചര്യം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു കൂട്ടായ്മ ആവശ്യമാണ് എന്നൊരു തോന്നലിന്റെ പിൻബലമാണ് ഐക്യമെന്ന് നമ്മൾ ആരോപിക്കുകയല്ല, വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ മുജാഹിദുകളും സലഫികളും ഭീകരവാദികളാണെന്ന് നമ്മൾ പറയുന്നില്ല. തീവ്രവാദത്തിന്റെ മേൽ കേരളത്തിൽ നിന്ന് പലരെയും പിടിക്കപ്പെട്ടല്ലോ. തൃക്കരിപ്പൂരിൽ നിന്ന് പിടിച്ചു, ചില ആളുകളെ പെരിങ്ങത്തൂരിൽ നിന്ന് പിടിച്ചു, കാസർഗോഡിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചു. അവർക്ക് പലർക്കും ഐഎസുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം, അങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെ പിടിക്കപ്പെട്ട 30ഓളം ആളുകളിൽ ഒരാൾ പോലും കേരളത്തിലെ ഏതെങ്കിലും സുന്നി സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാൻ സാധ്യമല്ല. ആ പിടിക്കപ്പെട്ടവർ മുഴുവനും മുജാഹിദിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ അഭ്യുദയകാംക്ഷികളോ ആയിട്ടുണ്ട്. ആ പിടിക്കപ്പെട്ടവർ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. നമ്മള് തൗഹീദ് തരിപ്പ് പോകാന്നൊക്കെയാണ് എന്റെ ഭാഷയിൽ പറയാം. തൗഹീദ് തരിപ്പ് പോകാന്നാ പറയാം. തൗഹീദാണ് തരിപ്പ് പോയി. പലരും പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? നമ്മൾ റസൂലുള്ളാഹിനെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരല്ലേ? അതെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ശരിയായ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നബി ജീവിച്ച പോലെ ജീവിക്കണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? നബി ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭേദാൽ നിർവാഹമില്ല. കാരണം നബി തങ്ങള് ബസ്സിൽ കയറിയോ ഇല്ല, കാറിൽ കയറിയോ ഇല്ല. അപ്പൊ നബി ചെയ്യാതെ ചെയ്താല് അത് ബിദ്അത്തായി, അല്ലെങ്കിൽ അത് ശിർക്കായി, അത് നബിയുടെ ചര്യക്കെതിരായി. അപ്പൊ ഞങ്ങളിപ്പോ എടുക്കാ കയറേണ്ടത്? ഒട്ടകത്തുമ്പോ കയറണം,
ഒട്ടകത്തുമ്മ കയറണമെങ്കിലോ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഏതായാലും നിർവാഹമില്ല, എവിടെയെങ്കിലും മൃഗശാലെങ്കിലും കണ്ടെങ്കിലായി. അപ്പൊ ഒട്ടകത്തിൽ യാത്ര ചെയ്തെങ്കിലേ നബിയുടെ സുന്നത്ത് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒട്ടകം വാഹനമായി ഉപയോഗിക്കുന്ന നാട്ടിലേക്ക് പോകണം. അത് സിറിയയിലും വേണ്ടില്ല, യമനായാലും വേണ്ടില്ല, എവിടേക്കായാലും പാടില്ല, അങ്ങോട്ട് പോകണം. സർക്കാർ ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? നബി അങ്ങനെ ചെയ്തിട്ടില്ല. വാർപ്പിന്റെ വീടെടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്തേ കാരണം? നബി അങ്ങനെ വാർപ്പിന്റെ പരെടുത്തിട്ടില്ല. അപ്പൊ ഇനിയിപ്പൊ നമ്മളെന്താ ചെയ്യാ? നബി എടുത്ത പണിയെടുക്കണം. അതേതാ? ആടിനെ നോക്കുക. ആടിനെ നോക്കുക. അപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിയാ പറ്റോ? പറ്റൂല. അതെന്താ കാരണം? ഇങ്ങനത്തെ നാട്ടിലാ നബി ആടിനെ നോക്കിയിട്ടില്ല. മലകളും കുന്നുകളും നിബിഡമായ വനങ്ങളുള്ള നാട്ടിൽ നബി ആടിനെ നോക്കിയിട്ടില്ല. അപ്പൊ നബി ആടിനെ നോക്കിയത് എവിടെ? അത് മരുഭൂമിയിലാണ്. അതിനിപ്പോ എന്ത് ചെയ്യണം? മരുഭൂമി ഉള്ളിടത്തേക്ക് പോകണം. അപ്പൊ യമനക്കാണെങ്കിൽ യമനക്ക് ഇങ്ങനെ പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ പറഞ്ഞ് തരിപ്പിൽ കയറ്റി തൗഹീദ് തരിപ്പിൽ പോയ ഏതാനും ചില ചെറുപ്പക്കാർ അവരെ പിടിക്കപ്പെട്ടു. പലരും ജയിലിൽ കിടക്കുന്നു, പലരും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ, ഐക്യപ്പെടാതിരുന്നാൽ അപകടത്തിൽപ്പെടുമെന്ന ഒരു മുൻവിധിയിൽ നിന്നാണ് ഇങ്ങനെ ഐക്യനാടകം ഉണ്ടായത്. അങ്ങനെ കാസർഗോഡ്, തൃക്കരിപ്പൂര്, പെരിങ്ങത്തൂര് ഭാഗത്തിൽ പടന്ന ഭാഗങ്ങളിൽ വേൾഡിൽ അറിയപ്പെടുന്ന ചാനലുകൾ, ഇംഗ്ലീഷ് ചാനലുകൾ അവിടെ വന്നു. ഇത് വലിയ ചർച്ചകളായി. മുജാഹിദിന്റെ പല നേതാക്കന്മാരുമായി ഇന്റർവ്യൂ നടത്തി. അവസാനം കുടുങ്ങുന്ന കണ്ടപ്പോ മുജാഹിദിന്റെ ഒരു നേതാവ് പറയാണ്, ഞങ്ങള് സലഫികളല്ല. അപ്പൊ നിങ്ങളോ? ഞങ്ങള് സുന്യാള്. സലഫി എന്ന് പറഞ്ഞാൽ കുടുങ്ങും. ഞങ്ങള് സുന്യാള്. അപ്പൊ ഇവിടെ സുന്യാള് എന്ന വേറെ ടീമുണ്ടല്ലോ, കണ്ട്. അവര് സുന്യല്ല, അവര് ഷിയാക്കളാണ്. ഞാൻ വെറുതെ പറയില്ല, ഒന്ന് കേട്ടോളൂ നിങ്ങൾ. KNM mosque in their village. These boys, several of whom have gone missing from here, they also used to come here to the mosque. ബേജാറാകണ്ട, മലയാളം വരും. But here they're emphatic in stating that the young men's actions do not have religious sanction. No, ഒരിക്കലുമല്ല. ഇതൊരിക്കലും സലഫി ചിന്താഗതിയായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ സലഫികൾ പറയുന്നത് അവരവരുടെ നാട്ടിൽ നിന്നിട്ട് ഇസ്ലാമിക രീതിയിൽ ആ നാട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണോ അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. And yet they are emphatic in the rigidity of their beliefs, even if it means turning against their own families. 10 years ago you became Salafi. उससे पहले सुन्नी और असुन्नी. अच्छा. Why? What? क्यों? കേരളത്തിലെ സുന്നികൾ ഒരിക്കലും പ്രവാചകന്റെ ചര്യയല്ല പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സുന്നികൾ ആരെ ചര്യ പിന്തുടരുന്നെന്ന് പറയേണ്ടത് സുന്നികളാണ്. നിങ്ങളെ സൗകര്യം പോലെ നിങ്ങളാ പറയല്. ഇന്റെ സോക്കടം എന്താണെന്നുള്ള നിങ്ങളല്ലല്ലോ, ഞാനല്ല പറയേണ്ടത്. കേരളത്തിലെ സുന്നികൾ ആരെ ചര്യാണ് പിന്തുടരുന്നത് നിങ്ങളല്ല പറയേണ്ടത്, ഞങ്ങളാ പറയേണ്ടത്. ഒരു സുന്നിയായ ഒരു മനുഷ്യൻ ഒരു മഹാന്റെ ഖബറിങ്ങൾ ചെന്ന് സിയാറത്ത് ചെയ്താൽ ഓനോട് ചോദിക്കേണ്ട ഇജ്ജിപ്പ് എന്താ ചെയ്തത്? ഓൻ പറയും ഞാൻ സിയാറത്ത് ചെയ്തതാണ്, ഇത് നബി പഠിപ്പിച്ചതാണ്. മറ്റോൻ പറയണ അല്ല, ഇജ്ജ് ഖബർ ആരാധനയാണ്. ഓനൊക്കെ വെറുതെ വിടാൻ പറ്റുമോ? ഇവൻ എന്താ ചെയ്തത് ഇവനോട് ചോദിക്കണ്ടേ? ഖബർ സിയാറത്ത് ചെയ്യുന്ന ഒരാളോട് നീ ഖബർ ആരാധന നടത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത്. ഈ സിയാറത്ത് ചെയ്തവനോട് ചോദിക്കണം നീ എടുത്ത പണി എന്താണ്? ഓൻ പറയും ഞാൻ സിയാറത്ത് ചെയ്തതാണ്, സിയാറത്തുൽ ഖുബൂർ സുന്നത്താണ്, ഇത് നബി പഠിപ്പിച്ചതാണ്. അല്ല, ഇജ്ജ് ഖബറാരാധന നടത്തിയതെന്ന് പറഞ്ഞാൽ അതിനൊന്നും മരുന്നില്ല. അപ്പൊ സുന്നികൾ നബിന്റെ ശരീരമെല്ലാം മുറുകെ പിടിക്കണമെന്നാണ് അയാൾ പറയുന്നത്. What is wrong with it? അവരെ കുറിച്ച് സുന്നികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലത് കേരള ഷിയാക്കൾ എന്ന് വിളിക്കുന്നതാണ്. കണ്ടങ്ങള്, സുന്നികളെ സംബന്ധിച്ച് സുന്നികൾ എന്ന് പറയുന്നതിലേറെ നല്ലത് കേരളത്തിലെ ഷിയാക്കൾ എന്ന് വിളിക്കണതാ നല്ലത്. എന്നിട്ട് കേരള ഷിയാക്കൾ അതാണ് അവർക്ക് ഇഷ്ടം ചെയ്യുന്ന പേര്. ഷിയ ലോകന ഡൽഹി केरला सुन्नी का एकदम अच्छा नाम सुन्नी नहीं है, केरला शिया, वो ये उन लोगों का एकदम अच्छा नाम. जो केरला सुन्नी है वो सुन्नी नहीं है. सुन्नी नहीं उन लोग അവരത് സമ്മതിച്ചു തരൂല. ഞങ്ങൾ സമ്മതിച്ചുതരാം, ഞങ്ങൾ സമ്മതിച്ചുതരാം. നിങ്ങൾ ഞങ്ങളെ പറ്റി ഷിയാക്കൾ എന്ന് പറയാ, എന്നിട്ട് ഞങ്ങളത് സമ്മതിച്ചു തരാ. എന്തുകൊണ്ടാണ് കേരളത്തിലെ സുന്നികളെ പറ്റി നിങ്ങൾ ഷിയാക്കൾ എന്ന് പറഞ്ഞത്? നിങ്ങൾ സലഫികളാണെന്ന് പറഞ്ഞാൽ സലഫികൾ തീവ്രവാദികളാണെന്ന് ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഈ സലഫികളാന്ന് പറഞ്ഞാൽ നിങ്ങളും കുടുങ്ങുന്നു മനസ്സിലാക്കിയിട്ടല്ലേ ഞങ്ങള് സുന്യാള് സലഫിയാളും ഷിയാക്കളും പറയേണ്ടി വന്നില്ലേ? മാത്രമല്ല, ഇത് KNM പുറത്തിറക്കിയ ലഘുലേഖയാണ്. ആർക്കും വരാവുന്നതും ഇത് പരിശോധിക്കാവുന്നതുമാണ്. തീവ്രവാദ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവും നിലപാടും എന്നാണ് ഈ ലഘുലേഖയുടെ ഹെഡിങ്.
ഈ ലഘുലേഖയിൽ ഒരുപാട് അബദ്ധങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന ഇതിന്റെ 20ാമത്തെ പേജിൽ പറയുന്ന അപകടകരമായ വിശുദ്ധമായ ദീൻ കണ്ടുകേട്ടിട്ടില്ലാത്ത സമീപനം നോക്കിക്കോളിങ്ങള്. അവിശ്വാസികൾക്കിടയിൽ താമസിക്കൽ, തങ്ങളുടെ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം രാജ്യത്തേക്ക് പലായനം ചെയ്യാതിരിക്കൽ, ക്രിസ്തുവർഷം അഥവാ ഇംഗ്ലീഷ് കലണ്ടർ ഉപയോഗിച്ചുള്ള തീയതി കുറിക്കൽ, ഇസ്ലാമികമല്ലാത്ത ആഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാളിൽ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള അൽ വലാ വൽ ബറാ അവശേഷിക്കുന്നില്ല. തീരാതെ ബേജാറാണ്ട, ഞാൻ മര്യാദക്ക് പറഞ്ഞുതരാം. ഒരാൾ യഥാർത്ഥമായ വിശ്വാസം പരിപൂർണമായ ആ മുസ്ലിം ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അവിശ്വാസികൾക്കിടയിൽ താമസിക്കാൻ പറ്റൂല. നമ്മുടെ നാട് മിംഗിളായ സംസ്കാരമുള്ള നാടല്ലേ? ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും ജൂതനും ജൈനമതക്കാരനും മതമുള്ളവനും ഇല്ലാത്തവനും മിംഗിളായി ജീവിക്കുന്ന ഒരു നാട്ടിൽ അവിശ്വാസികൾക്കിടയിൽ താമസിച്ചാൽ അവന്റെ ഈമാൻ പരിപൂർണമല്ലെന്ന് എഴുതിയത് KNM-ന്റെ ലഘുലേഖയിലാണ്. അതിന് നിങ്ങൾ ആരും പിടിച്ചുകൊണ്ടുപോയിക്കണമെങ്കിൽ ഞങ്ങളെ മേക്കിട്ട് കയറില്ല. മാത്രമല്ല അള്ളാന്റെ ദീന് സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം രാജ്യത്തേക്ക് പലായനം ചെയ്യാതിരിക്കൽ. അപ്പൊ ദീൻ ഇവിടെ നിന്നാൽ സംരക്ഷിക്കപ്പെടില്ല എന്ന് തോന്നിയാൽ മുസ്ലിം രാജ്യത്തേക്ക് പലായനം ചെയ്യണം നിങ്ങൾ എഴുതിയത്. ഇങ്ങനെ എഴുതിയപ്പോൾ ഇത് തീവ്രവാദമാണെന്ന് ബോധ്യപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ നിങ്ങളിൽ ആരെങ്കിലും പിടിക്കപ്പെട്ടതിന് സുന്നികൾ എന്ത് പഴിച്ചു? മാത്രല്ല ക്രിസ്തുവർഷം അഥവാ ഇംഗ്ലീഷ് കലണ്ടർ ഉപയോഗിച്ചുള്ള തീയതി കുറിക്കാൻ പറ്റൂല. മാത്രമല്ല ഇസ്ലാമികമല്ലാത്ത ആഘോഷങ്ങൾക്ക് ആശംസ അർപ്പിക്കുക, അതൊന്നുണ്ടായാൽ ദീന് പരിപൂർണമാകൂല. അമുസ്ലിംകളെ സഹോദര എന്ന് അഭിസംബോധനം ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ നൽകുന്ന ഫത്വയാണ്. ഈ പറയപ്പെട്ട ആള് നിങ്ങൾ അംഗീകരിക്കുന്ന ആധുനിക പണ്ഡിതനാണ്. ഇങ്ങനെ ഒരു സമീപനം വിശുദ്ധമായ ദീനിലുണ്ടോ? ഇങ്ങനെയൊക്കെ എഴുതിയപ്പോഴും ശംസുദ്ദീൻ ഭാരതിനെ പോലെയുള്ള പലരും ഈ നിലക്ക് പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ തീവ്രവാദമായ ബന്ധം നിങ്ങൾ ആരോപിക്കപ്പെട്ടതിന് നമ്മളെന്ത് വെച്ചു? അങ്ങനെ ഈ അഭിമുഖം ചർച്ചയായി. പിറ്റേ ദിവസം ചാനലുകൾ ചർച്ച ചെയ്തു. അങ്ങനെ ഒരു ചാനലിൽ വന്ന ഒരു ചർച്ച നിങ്ങളൊന്ന് കേൾക്കും. മുഖം മിനുക്കാൻ സലഫികൾ നടത്തിയ പ്രസ്താവന വിവാദമായി. വിവാദം ആകുമല്ലോ, കാരണം അജ്ജാതി വർത്താനം പറഞ്ഞ വിവാദമാകുകയും. എന്താ വിവാദമാകാനുള്ള കാരണം പറയട്ടെ. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പടന്ന മേഖലകളിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവരെ കുറിച്ച് മുഖം മിനുക്കാൻ മുജാഹിദ് വിഭാഗം ദേശീയ ചാനലിന് നൽകിയ അഭിമുഖം വിവാദമായി. കേരളത്തിലെ സുന്നികൾ യഥാർത്ഥ സുന്നികളല്ലെന്നും അവർ ഷീ മുസ്ലിങ്ങളാണെന്നുമുള്ള പരാമർശമാണ് ഇവർ നടത്തിയത്. വളരെ അങ്ങേറ്റം ദ്രോഹകരമായ ഒന്ന്. തങ്ങളുടെ ഭാഗത്ത് സംസാരിക്കുന്ന ആള് സുന്നിയല്ല, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓ അബ്ദുള്ളയാണത്, അയാള് സുന്നിയല്ല. എന്നിട്ട് എന്താ അയാൾ പറയണത്? സംഗതി എങ്ങനെ ഈ പറഞ്ഞത് വല്ലാതെ അരിപ്പത്തരായി. ആയിക്കോട്ടെ, ദ്രോഹകരമായ ഒന്ന്. തങ്ങളുടെ ഭാഗത്ത് വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തങ്ങളിൽപ്പെട്ടതായ ചില ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ളതായ ഈ അധിക വായനയിലേക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ തീവ്രമായ ഭക്തിയുടെയോ മറ്റോ പേരിൽ നമ്മൾ നല്ലത് വിചാരിക്കാം. അങ്ങനെ വല്ലതൊന്നും വ്യതിചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ സുന്നി വിഭാഗം എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ അമിതമായ വായന, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടകത്തുമ്പ യാത്രയിലും ആടിനെ മേക്കലും ഇവർ അധികമായൊരു വായനയിലേക്ക് ചെന്നതിന്റെ പേരിൽ പിടിക്കപ്പെട്ടതിന് സുന്നികൾ എന്ത് പഴിച്ചു? പ്രത്യേകിച്ച് ഔദ്യോഗിക വിഭാഗം സുന്നികൾക്ക് മാത്രമാണ് ഇവിടെ തലയെടുപ്പോടുകൂടി ഇക്കാര്യത്തിൽ കാര്യങ്ങൾ തുറന്ന് പറയാവുന്ന സേഫ് ആയിട്ടുള്ള ഒരു അവസ്ഥയുള്ളത്. സംസ്ഥാനം പറ്റിയാണ് പറഞ്ഞത്, കായെടുത്ത് പറഞ്ഞല്ല, അയാളെ മനസ്സിലുള്ളത് പറഞ്ഞ കാര്യം മട്ടം പോലെ പറയാൻ പറഞ്ഞ സംസ്ഥക്കേ പറ്റുള്ളൂ. ഒന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല. അവരുടെ കൂട്ടത്തിലുള്ളതായ ഒരാളും ഈ ഇതിലേക്ക് വഴുതി പോവുകയോ ഇത്തരത്തിലുള്ള ചിന്താഗതികളാൽ ആകർഷിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പൊ കാന്തപുരം ഗ്രൂപ്പിനെ പറ്റി പോലും ചില തരത്തിലുള്ളതായ ഭീകരപ്രവർത്തനങ്ങൾ എന്ന് ആളുകൾ കുറ്റപ്പെടുത്തിയതായ പള്ളിയിലേക്ക് ബോംബ് കത്തിച്ചെറിയലോ അതുപോലത്തെ കുറെ സംഭവങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. മുമ്പല്ല, എപ്പോഴും ഉണ്ട്. ഞാൻ കിടക്കണില്ല. പക്ഷെ മറ്റു വിഭാഗങ്ങളിൽ നിന്നോ ഒന്നോ രണ്ടോ ആയിട്ടെങ്കിലും കുറെ ആളുകളെല്ലാം തന്നെ ഈ സലഫി വിഭാഗത്തിൽ നിന്ന് അത് അകപ്പെട്ടിട്ടുണ്ട്. ഒന്നുമല്ലാത്തതായ പൊതുവെ ശാന്തമായ സഹകരിക്കാൻ പറ്റുന്നതായ വിട്ടുവീഴ്ചയുള്ളതായ മതത്തിന്റെ അതിവായനയില്ലാതെ സൗമ്യമായ രീതിയിൽ അതിന്റെ ആ ഉമ്മത്തും മുത്തവസ്സിത്ത മധ്യമ സമുദായം കാര്യങ്ങളോടുള്ള സമീപനത്തിൽ മധ്യമ മാർഗം സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഇവിടുത്തെ ഔദ്യോഗിക വിഭാഗം സുന്നികളാണ്. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് മാന്യമായി
ഉത്തരവാദപ്പെട്ട സംഘടനയുടെ ലേബിളിൽ നിന്നുകൊണ്ട് മാന്യമായി നമ്മൾ കാര്യങ്ങൾ പറയണത്. നമുക്കിവിടെ ആരെയും അധിക്ഷേപിക്കാനോ വിമർശിക്കാനോ ഉള്ള വേദി ആയിട്ടല്ല നമ്മളിങ്ങനെ വേദി കെട്ടിയത്. കാര്യങ്ങൾ സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെയുള്ള നിർണായകമായ ഘട്ടത്തിൽ തൗഹീദാണെങ്കിൽ പോണ പാട്ട് പോട്ടെ, ശിർക്ക് പോണ പാട്ട് പോട്ടെ, നമ്മളിപ്പോ തൗഹീദും ശിർക്കും ജിന്നും ശൈത്താനും അടിച്ചിറക്കലും വലിച്ചിറക്കലും ചർച്ച നടത്തിയാൽ നമ്മൾ ഓരോരുത്തരെ പിടിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ തൗഹീദും ശിർക്കൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ കോഴിക്കോട് കടപ്പുറത്തൊരു ഐക്യ സമ്മേളനം വെക്കുക. നാടായ നാടുകളിലൊക്കെ കുടുംബങ്ങളെയും കുട്ടികളെയും തൊക്കെ ഉണ്ടാക്കിയിട്ട് സമ്മേളനം നടത്തുക. തൊട്ടിരും പാത്രം കുടിക്കും ചട്ടക വന്നിട്ട് കുടിരിക്കൽ പോലെ പരിപാടി നടത്തുക. നമ്മൾ ഒന്നാം ആൾക്കാർക്ക് തോന്നിക്കോട്ടെ എന്നൊരു ഐക്യ സമ്മേളനം നടത്തി ചോറയിച്ചു പോയാൽ അത് ഐക്യാകൂ? ഐക്യമാകണമെങ്കിൽ ആരോപിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതികൾ എന്താണെന്ന് സമുദായം അറിയണ്ടേ? തർക്കമുണ്ടായത് കാടിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ലല്ലോ, റോഡിന്റെ സൈഡിൽ വെച്ചിട്ടല്ലേ. വിവാദങ്ങൾ റോഡ് സൈഡിൽ വെച്ചല്ലേ നടന്നത്. പരസ്പര കുഫ്രാരോപണവും ശുർക്കാരോപണങ്ങളും നടുറോഡിൽ വെച്ചല്ലേ നടന്നത്. അതിന് പൊതുജനത്തോട് ഈ വിഷയങ്ങളിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിച്ചു, ഇന്നവർ തിരുത്തി, ഇന്നവർ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ തർക്കമുള്ള വിഷയങ്ങളിൽ നിലപാട് സമുദായത്തോട് പറയണ്ടേ? ഞാൻ പറയല്ല, 18ഓളം വിഷയങ്ങളിൽ മടവൂര് ഗ്രൂപ്പും KNM തമ്മിൽ 18ഓളം വിഷയങ്ങളിൽ അടിസ്ഥാനപരമായി പേച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ പറയല്ല, മുജാഹിദിന്റെ നേതാവാ പറയണത്. പറയട്ടെ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ 18ഓളം വിഷയങ്ങളിൽ തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് കൃത്യമായി തെളിഞ്ഞതും വിവരിച്ചു കൊടുത്തതുമാണ്. ആശയപരമായ വിഷയങ്ങളിൽ തിരിച്ചു വരുമെങ്കിൽ അത് എന്നും കേരള നദ്വത്തുൽ മുജാഹിദീൻ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, എന്താ പറഞ്ഞത്? അടിസ്ഥാനപരമായി 18 വിഷയങ്ങൾ തകരാറ് പറ്റിയിട്ടുണ്ട്. 18 എണ്ണം വേണ്ട, 15 എണ്ണം വേണ്ട, 10 എണ്ണം വേണ്ട. നിങ്ങൾ പരസ്പരം പിഴച്ചു എന്നും പരസ്പരം ശിർക്കാരോപിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് പറ. മടവൂരിന്റെ അടുത്ത് തെറ്റെറ്റിക്കണ്, ഓല തിരുത്തി, അപ്പൊ ഞങ്ങൾ ഓല സ്വാഗതം ചെയ്തു പറ. എഴുത്, അല്ലെങ്കിൽ പറ. അത് KNM-ന്റെ അടുത്ത് ഇങ്ങനെ തെറ്റുപറ്റി, അത് KNM-കാരെ തിരുത്തി, അപ്പൊ മടവൂരുകാരായ ഞങ്ങൾ ഓല സ്വാഗതം ചെയ്തു എന്ന് പറ. ഒരൊറ്റ വിഷയത്തിലും പരസ്പരം ധാരണകളിലെത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിശക്തമായ പൊട്ടലുകൾക്കും ചീറ്റലുകൾക്കും ഐക്യ സമ്മേളനം വേദിയാവാൻ പോവുകയാണ്. ഒരു വിഷയത്തിനും തീരുമാനമായിട്ടില്ല. 18ഓളം വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തല്ലുന്നുണ്ട് എന്നുള്ളത് ഇയാൾ പറഞ്ഞപ്പോഴാണ് നമ്മളറിയണത്. നോക്കൂ നിങ്ങൾ, 2005 മെയ് മാസം പുറത്തിറങ്ങിയ അൽ-ഇസ്ലാഹ് മാസിക നോക്കൂ നിങ്ങൾ. മടവൂരികൾ എങ്ങനെ KNM-മായി ഐക്യപ്പെടും? ഇതൊക്കെ ഓല ഭാഷയായിട്ട് നമ്മൾ പറയില്ല. മടവൂരി, ജിന്നൂരി, വലിച്ചൂരി എന്നൊക്കെ പറഞ്ഞത് ഓല ഭാഷയാണ്. നമ്മളെ ഭാഷ നമ്മളാരൊന്നും പറയണില്ല. അപ്പോ മടവൂരികൾ എങ്ങനെ KNM-മായി ഐക്യപ്പെടുന്നതാണ് അൽ-ഇസ്ലാഹ് മാസിക ചോദിക്കുന്നത്. അതിന്റെ പ്രധാന ഭാഗം ഞാനൊന്ന് വായിക്കാം. ആശയപരമായ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ പരസ്പരം വേർപിരിഞ്ഞ മുജാഹിദുകൾ. എങ്ങനെ വേർപിരിഞ്ഞത്? സംഘടനയല്ല. ഇവിടെ സമസ്ത വേർപിരിഞ്ഞത് സംഘടനയുടെ പേരിലാണ്. ഇവിടെ വിശ്വാസത്തിന്റെ പേരിൽ സമസ്ത വേർപിരിഞ്ഞിട്ടില്ല. സംഘടനാപരമായ ചിലർക്ക് അധികാരത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറി ആകാനുള്ള പൂതി നെറുന്തലയിൽ കയറിയപ്പോ വേറെ സംഘടന ഉണ്ടായിപ്പോയി. ഇവിടെ ആശയപരമായി ആദർശപരമായി ഒരു തകരാറുമില്ല. നിസ്കാരത്തിന്റെ വിഷയത്തിലും സർത്തിന്റെ വിഷയത്തിലും ഫർദിന്റെ വിഷയത്തിലും അഖീദയിലെ വിഷയത്തിലും മദ്ഹബിന്റെ വിഷയത്തിലും ഫുറൂഇയായ വിഷയത്തിലും ഉസൂലിയായ വിഷയങ്ങളിലും ഒക്കെ ഒന്ന് തന്നെയാണ്. എന്താ അൽ-ഇസ്ലാഹ് എഴുതിയത്? ആശയപരമായ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ പരസ്പരം വേർപിരിഞ്ഞ മുജാഹിദുകൾ തമ്മിൽ ഒന്ന് ഐക്യപ്പെടാഞ്ഞിട്ട് പലർക്കും ഉറക്കം കിട്ടുന്നില്ല. നീന്തലറിയാത്തവന് വെള്ളത്തിൽ ചാടിയതുപോലെ ഇടയ്ക്കിടെ മുങ്ങിപ്പൊങ്ങി ശ്വാസം കിട്ടുമ്പോൾ ഐക്യം ഐക്യം എന്ന് നിലവിളിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. മുജാഹിദിന്റെ പിന്നെ മാസികയായ അൽ-ഇസ്ലാഹ് എഴുതുന്നത്. പ്രസ്ഥാനത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സമയത്ത് മടവൂരും കൂട്ടരും KNM നേതാക്കൾക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഉണ്ടെങ്കിൽ മടവൂരും കൂട്ടരും എങ്ങനെ KNM-നോട് ഐക്യപ്പെടും? ഒരു ചോദിക്കുക, ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് തന്നെയാണ്. അങ്ങനെ വന്നാൽ എങ്ങനെ നിങ്ങൾ പരസ്പരമായ ആരോപണങ്ങൾ? ഒരു കൂട്ടര് പറഞ്ഞത് ജിന്നിനെയും അതുപോലെ തന്നെ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാന്ന് ഒരു കൂട്ടര്, മറ്റൊരു പറഞ്ഞ അങ്ങനെ ചോദിച്ചാൽ ഒരു ഇസ്ലാമെന്ന് പുറത്താണ്. ഇത് രണ്ടും അങ്ങനെ ഉറക്കിമാന്ന് ചോദിച്ചുകൂട്ടിയാരില്ലേ? കാരണം അത് യോജിക്കുമോ? എങ്ങനെ അത് യോജിക്കരുത്? നമുക്കത് മനസ്സിലാകാത്തൊരു കണക്കാണ്. മറഞ്ഞ മാർഗത്തിൽ സൃഷ്ടികളോട് സഹായം ചോദിക്കാന്ന ഒരാളെ ഒരു കൂട്ടരുടെ വിശ്വാസം. അത് ചോദിച്ചാൽ പോട്ടെ, വിശ്വസിച്ചാൽ ഇസ്ലാമെന്ന് പുറത്താന്ന മറുകൂട്ടരുടെ വിശ്വാസം. ഇത് രണ്ടും എങ്ങനെയാണ് യോജിക്കരുത്? നമുക്ക് മനസ്സിലാകാത്തോണ്ടാണ് ചോദിക്കണേ.
3-4 ദിവസം പരിപാടി നടത്തിയതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കേട്ട്. ഇതൊക്കെ പറഞ്ഞെങ്കിലല്ലേ നാട്ടുകാർക്ക് ഇത് തീരുള്ളൂ. ചോറ് വെച്ചുകൊണ്ട് തൊട്ടിലും കെട്ടി പാട്ടും പാടിപ്പോയ സംഗതി നാട്ടുകാർക്ക് തീരില്ലല്ലോ. ഇത് നാട്ടുകാർക്ക് തീരണ്ടേ? ഇനി നോക്കൂ നിങ്ങൾ, 2003 ജനുവരി മാസം പുറത്തിറങ്ങിയ അൽ ഇസ്ലാഹിന്റെ മറ്റൊരു ഭാഗം, ആദർശത്തിൽ യോജിക്കാതെ സംഘടനാ ലയനം എളുപ്പമല്ല. AP അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടു പോയ അദ്ദേഹം 2003 എഴുതിയതാണ്. ആദർശപരമായി യോജിപ്പിലെത്തിയതിനു ശേഷം മാത്രമേ ഇരു സംഘടനകളും തമ്മിൽ ലയനം സാധ്യമാവുകയുള്ളൂ എന്ന് ഇസ്ലാഹ് മാസികക്ക് നൽകിയ അഭിമുഖത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി പറയുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ആദർശപരമായിട്ട് യോജിപ്പിക്കത്തട്ടെ. ആദർശപരമായി യോജിപ്പിക്കത്താതെ എന്ത് ലയനാണത്? ആ ലയനത്തിന്റെ കോലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ലയനത്തെ സംബന്ധിച്ച് നമ്മളൊന്നും ഇടപെടണില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലവിലെ നേതാക്കന്മാരിൽ പ്രമുഖനായ ഹുസൈൻ സലഫി പറഞ്ഞ എന്താ നിങ്ങള്, ഇത് ജൂതന്റെ ഐക്യാണ് എന്നാണ് ഹുസൈൻ സലഫി പറഞ്ഞത്. ഇത് യോജിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കണ്ടം കണ്ടായി പിരിഞ്ഞില്ലേ? ഈ ഐക്യത്തെ സംബന്ധിച്ച് ഹുസൈൻ സലഫിന്റെ നിലപാട് ഇത് ജൂതന്റെ ഐക്യാണ് എന്നാണ് അയാൾ പറയുന്നത്. പറയട്ടെ, നമുക്ക് എല്ലാവരോടും യോജിക്കാനാണ് പൂതി. പൂതിണ്ടായിട്ട് കാര്യമില്ലല്ലോ മോചാരെ, നന്നാണ്ടേ. പൂതി എല്ലാവർക്കും ഉണ്ടേ. KNM നന്നാകുന്നത് മടവൂരിന് പൂതിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നന്നാകാൻ പറ്റുന്ന സാഹചര്യമില്ല. ഒന്ന് തൗഹീദ്, ഒന്ന് ശിർക്കുമാണ്, ഒന്ന് കുഫുറാണ്, ഒന്ന് ഇസ്ലാമുമാണ്. എങ്ങനെ യോജിക്കണു? എല്ലാവരുമായും ഐക്യപ്പെടാനാണ് നമ്മുടെ ആഗ്രഹം. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, ആഗ്രഹിച്ച മുഴുവൻ നടക്കണില്ല. അത് നടക്കണമെങ്കിൽ വിശ്വാസം ഒന്നാകണം. ഇതാണ് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഐക്യം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മേശക്ക് ചുറ്റും ഇരുന്ന് ചായ കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് ബിരിയാണിയും കഴിച്ച് പിരിഞ്ഞു പോയാൽ ഐക്യമാവില്ലല്ലോ. അതുകൊണ്ട് ബിരിയാണി തിന്നുകൊണ്ട് പള്ളം അറിയുന്നല്ലാതെ ഐക്യാവോ? ഐക്യാകണമെങ്കിൽ വിശ്വാസം തമ്മിൽ യോജിക്കണ്ടേ? എന്നാ പോട്ടെ, ഐക്യ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടന്നില്ലേ? എത്ര കുളിയണ്ടർമാര് പ്രസംഗിച്ച്? ആരെങ്കിലും ഒരാൾ, ഞാൻ വെല്ലുവിളിക്കാം, ആരെങ്കിലും ഒരാള്, ഒക്കെ സുന്നാളെ കുതിരാക്കി എന്നല്ലാതെ ആരെങ്കിലും ഒരാള് ഞങ്ങൾ ഇന്ന വിഷയത്തിൽ തർക്കത്തിലായിരുന്നു, അത് ഞങ്ങളത് കോംപ്രമൈസ് ആക്കി ഒന്ന് പറ. ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും ഞങ്ങൾ ഇന്ന വിഷയത്തിൽ തർക്കത്തിലായിരുന്നു, ആ വിഷയം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് രമ്യമായി പരിഹരിച്ചിട്ടുണ്ട്, ആ ഗോലി മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് ഞങ്ങൾ അതാണ് മാലീസാക്കിയിട്ടുണ്ട് പറഞ്ഞോ? പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല. അത് ജൂതന്റെ ഐക്യമാണ്. അത് ജൂതന്റെ ഐക്യമാണ്. ജൂതന്മാർക്കിടയിലുള്ള ഐക്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ ജൂതന്മാർക്കിടയിലുള്ള ഐക്യം ചോറയിച്ചാണ്ട് പിരിയലാണ്. അത് ചോറയിച്ചുമ്പോ മാത്രമുള്ള ഐക്യം മാത്രം, പിരിഞ്ഞാ പിന്നെ ഐക്യമില്ല. കാരണം പിരിഞ്ഞാലും ഐക്യമാണെങ്കിലോ വിശ്വാസം യോജിക്കണം. ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത് വതഹ്സബുഹും ജമീആ, അവരെ കുറിച്ച് നീ ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കും. വഖുലൂബുഹും ശത്താ, അവരുടെ കൽബുകളൊക്കെ വേറെ വേറെ. കണ്ടോങ്ങള്, നാട്ടിൽ പരിപാടി വെച്ചാണ്ട് 3-4 ദിവസത്തെ പരിപാടി വെക്കും. കാണുന്നോല് വിചാരിക്കും ഇവര് വലിയ ഐക്യത്തിലാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞ പോലെ ചോറയിച്ചുമ്പോൾ ഐക്യം മാത്രമുള്ളൂ. ഖുലൂബുഹും ശത്താ, കൽബിലുള്ള വിശ്വാസങ്ങൾ വ്യത്യസ്തമാണ്. എന്റെ കണ്ണുക്ക് നോക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ നേതാവ് ഹുസൈൻ സലഫിയാ പറഞ്ഞത്. ഫോൺ വിളിച്ച് പറഞ്ഞേക്ക് നിങ്ങളങ്ങനെ പറയല്ലേന്ന്. മോനാ ഭാഗമൊന്നും വരട്ടെ, നമ്മളതിൽ ഇടപെടണില്ല. അവരെ കുറിച്ച് പറയുന്നത് വതഹ്സബുഹും ജമീആ, അവരെ കുറിച്ച് നീ ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കും. വഖുലൂബുഹും ശത്താ, അവരുടെ കൽബുകളൊക്കെ വേറെ വേറെ. കൽബൊന്നിക്കാതെ എന്തൊന്നിക്കലാണോ? അങ്ങനെ ചോദിച്ചോളി, ഞമ്മക്കും ചോദിച്ചാണത് തന്നെയാണ്. ഞമ്മക്കും ചോദിക്കാണത് തന്നെയാണ്. കൽബ് യോജിക്കാതെ, വിശ്വാസം യോജിക്കാതെ എന്തൊരൈക്യാണ്? പറയട്ടെ, കൽബിൽ വ്യത്യാസം വരാതെ എന്ത് ഐക്യമാണ്? അതിന് ഐക്യം എന്ന് പറയില്ല, അത് ചോറേക്കുമ്പോൾ ഐക്യാണ്. ജൂതന്റെ ഐക്യം അങ്ങനെയാണ്, കണ്ടാ തോന്നും ഒറ്റക്കെട്ടാണ്, പക്ഷേ അവർക്കിടയിൽ പോലും ഐക്യമില്ലല്ലോ. വ്യക്തമായി പറഞ്ഞത് മുജാഹിദിന്റെ നേതാവായ ഹുസൈൻ സലഫി. എന്നിട്ട് ഇങ്ങനൊക്കെ ആയിട്ടും ഐക്യത്തിന്, ഞാൻ ഐക്യം പറയാൻ കാരണം, ഐക്യമായിട്ട് ഇവിടെ പരിപാടി നടന്നുകൊണ്ട് ഞാൻ ഇത് പറയാൻ കാരണം 100,000 വിഷയങ്ങൾ പറയാണ്ട്. വന്ന രോഗത്തിനാണ് ഇപ്പൊ ചെറുതായിട്ട് ചികിത്സ നടത്തേണ്ടത്. ഇത് ചെറിയൊരു ഗുളിക്കാണ്, ഇഞ്ചക്ഷൻ നമുക്ക് പിന്നെ സൗകര്യം പോലെ പിന്നെ വെക്കാം. ഏതായാലിരിക്കട്ടെ, ഈ ഐക്യത്തിന് വേണ്ടി ഇവരെ പത്രസമ്മേളനം വിളിച്ചു. ഇവരെ നേതാക്കന്മാര് മുഴുവനും പത്രസമ്മേളനം വിളിച്ചു. ആ പത്രസമ്മേളനത്തിൽ എന്താണ് പേര്, TP അബ്ദുള്ള കോയം അതിന് പച്ച കളവ് പറഞ്ഞു. എന്താണ് പറഞ്ഞാൽ നിങ്ങള്, കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് തീരുമാനാക്കിയിട്ടുണ്ട്. ഇത്ര വലിയൊരു നുണ. അത് കേൾക്കിങ്ങളാ വാർത്ത ഒന്ന് കേൾക്കിങ്ങള്. 14 വർഷം ഇരുചേരിയിൽ നിലകൊണ്ട മടവൂർ മദനി ഗ്രൂപ്പുകൾ സംയുക്ത നേതൃയോഗം ചേർന്നാണ് ലയന തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. നിങ്ങളോട് ഈ ലയനം അറിയിക്കുകയാണ്. ആ സംസാരിക്കലാണ് ആള് TP അബ്ദുള്ള കോയ മദനി. എന്താണ് അദ്ദേഹം പറയുന്നത്? മോനെ ഭാഗം ഒന്ന് പറ്റേ
നിങ്ങളോട് ഈ ലയനം അറിയിക്കുകയാണ്, യോജിപ്പ് അറിയിക്കുകയാണ്, ഈ ഐക്യം അറിയിക്കുകയാണ്. 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഞങ്ങളുടെ ഒരു മഹാസംഗമം ചേർന്നു. 18 വിഷയങ്ങളിൽ ഇരു സംഘടനകളും തമ്മിലുണ്ടായിരുന്ന ആദർശ ഭിന്നത പരിഹരിച്ചു കഴിഞ്ഞു. അണികളെ എന്തേ പറഞ്ഞത്? 18 വിഷയങ്ങളിൽ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. അടുക്കളയെന്ന് പരിഹരിച്ചാൽ മതിയോ? നാട്ടുകാർ അറിയണ്ടേ? അടുക്കളയെന്നല്ലല്ലോ തല്ലുമുടി ഉണ്ടായത്. അവിടുന്നാണെങ്കിൽ അവിടുന്ന് പരിഹരിച്ചാൽ മതിയായിരുന്നു. ഇത് ഈ പത്രക്കാര് മാത്രല്ല, ടിപിയും പറയുന്നുണ്ട്. ഭിന്നത പരിഹരിച്ചു കഴിഞ്ഞു. അണികളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതായും നേതാക്കൾ വിശദീകരിച്ചു. ഏത് അണികളെങ്കിലും ബോധ്യപ്പെടുത്തി? ഒരുത്തന്റെ പേരൊന്നും പറഞ്ഞിട്ട് അണികൾ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാലോ, എന്തിനൊക്കെ വിഷയങ്ങൾ തീരുമാനമാക്കിയെന്ന് നമുക്ക് ചോദിച്ചു നോക്കാലോ. ഞമ്മക്കെതിരെ വാശി വെക്കാനൊന്നുമില്ല. ടിപി പറയട്ടെ. 2 സംഘടനയും നേരിട്ട് തന്നെ ആ പ്രശ്നങ്ങളെ പഠിച്ച് മനസ്സിലാക്കി തിരുത്തി സുദിഞ്ചിതമായ തീരുമാനമെടുത്ത്. എന്തെങ്ങൾ തിരുത്തിയത്? എവിടെ നിങ്ങൾ തിരുത്തിയത്? എവിടെ സുചിഞ്ചിതമായ തീരുമാനം? പുതിയ മലയാളം എന്ത് തീരുമാനങ്ങളെ വിഷയത്തില്? ഒരു വിഭാഗം പറഞ്ഞത് ഇസ്ലാമിന്റെ പുറത്തുള്ള വിശ്വാസമാണ്, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ഇസ്ലാമിന്റെ പുറത്താണ്, അങ്ങനെ ചോദിക്കുന്നത് ശിർക്കാണ്, ഇസ്ലാമിന്റെ പുറത്താണെന്ന ഒരു ടീമിന്റെ വിശ്വാസം. അത് തൗഹീദാണ് മറ്റൊരു ടീമിന്റെ വിശ്വാസം. എങ്ങനെയാണ് യോജിക്കല്? എങ്ങനെ നിങ്ങൾ തീരുമാനാക്കിയത്? ആ തീരുമാനാക്കിയ കോല ഞമ്മക്ക് അറിയണം എന്നാണ് നമ്മൾ പറയണത്. കാരണം നമ്മളും നാട്ടിൽ അന്നം തിന്ന് നടക്കണമല്ലോ, നമ്മൾ ഈ തല്ലുമുടി കാണുകയല്ലേ. ഇതിനെന്ത് തീരുമാനമാക്കിയെന്ന് അറിയാനുള്ള മൗലികമായ അവകാശം ഞമ്മക്കൂല്ലേ? ഇത് തീരുമാനമാക്കിക്കണെന്ന് പറയാ, എങ്ങനെ ആക്കിയെന്ന് പറയണം. സംഘടനയുടെ എല്ലാ ഘടകങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ്. KNM-ന്റെയും പോഷക സംഘടനകളുടെയും പുതിയ കമ്മിറ്റികളിലെ ഭാരവാഹിത്വം സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. 20-ന് ചേരുന്ന മുജാഹിദ് സമ്മേളനത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ. ഒരു കാര്യത്തിലും തീരുമാനമാകാതെ സമുദായ മധ്യത്തിൽ നേരത്തെ ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ പരസ്പരം ഹൃദയങ്ങൾ വ്യത്യസ്തമായ വിശ്വാസ വീക്ഷണങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടുള്ള ഐക്യം, അത് സമുദായത്തെ പറ്റിക്കാനുള്ള ഐക്യമാണ്. ഹുസൈൻ സലഫി വിടണില്ല. അയാൾ വീണ്ടും ചോദിക്കാണ്, ഇത് എന്തൈക്യാന്ന് പുറത്തു നിൽക്കണം നിഷ്പക്ഷമതികൾ ചോദിക്കുന്നുണ്ട്. ഓർക്കെതിരെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഐക്യായ ആളുകളോട് ഹുസൈൻ സലഫി ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം കേൾക്കിങ്ങള്. മുജാഹിദുകൾ എന്ന് പറയുന്നവർ ഒന്നിച്ചുപോലും ഐക്യം പ്രഖ്യാപിച്ചുപോലും എന്ത് ഐക്യമാണ് ഉണ്ടായത്? എന്ത് ഐക്യമാണ് സംഭവിച്ചത്? 10-16 കൊല്ലം കേരളത്തിലും കർണാടകയിലും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ 2 കൂട്ടരും സ്റ്റേജ് കെട്ടിയിട്ട് പരസ്പരം പറഞ്ഞു, ആ ഭാഗം പഴച്ചിട്ടുണ്ട്, അതിന് കാരണങ്ങൾ നിരത്തി, ഇന്ന കാരണങ്ങളാൽ അവർക്ക് പഴവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പുറത്തെ കക്ഷിയും സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും നാട്ടിലൊട്ടാകെ പറഞ്ഞു നടന്നു, ഇപ്പുറത്തെ ഈ ഭാഗത്തിന് പഴവ് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോ സാധാരണക്കാർ വിചാരിക്കും, അപ്പൊ ഇയാൾ എന്ത് മുജാഹിദാണ്? അത് അയക്കാനെ തിരിയില്ല. ഇയാൾ എന്തെന്ന് അയക്കാൻ അറിയില്ല. അപ്പൊ കാരണം ഇയാൾ പറഞ്ഞ വിസ്ഡം ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പാണ് നമുക്ക് പറയാൻ നിർവാഹമില്ല. നേരം പോലത്തെ മാറുകയാണ്. ഇവരെ ബാക്കിൽ നമ്മളൊരു വിശ്വാസത്തിന്റെ മാനദണ്ഡം വെച്ച് ബാക്കിൽ കൂടാൻ പേടി പലർക്കും. കാരണം നേരം പോലത്തത് മാറി, വൈകുന്നേരം അതിലേറെ മാറി, പിറ്റേന്ന് പറ്റ മാറി, വിശ്വസിക്കാൻ നിർവാഹമില്ല. ഇന്ന കാരണങ്ങളുണ്ട് എന്ന് അവരും പരസ്യമായി പറഞ്ഞതാണ്. വാദപ്രതിവാദങ്ങൾ നടന്നതാണ്, ഖണ്ഡന പ്രസംഗങ്ങൾ നടന്നതാണ്, അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെ നടന്ന് പ്രചരിപ്പിച്ചതാണ്. എന്നിട്ട് അവര് ദിവസം യോഗം കൂടിയിട്ട് പറയാണ്, ഞങ്ങളൊന്നാണ് എന്ന് പറയുമ്പോ പുറത്തു നിന്നുള്ള നല്ലവരായ ആൾക്കാർ ചോദിക്കൂലേ, അല്ല 10-14 കൊല്ലം നിങ്ങൾ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ വാദപ്രതിവാദങ്ങളിലൂടെയൊക്കെ അപ്പുറത്തെ കക്ഷി മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറഞ്ഞപ്പോ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ആ കാരണങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നിങ്ങൾ അങ്ങോട്ട് ലയിച്ചതോ അവരിങ്ങോട്ട് വന്നതോ? നിങ്ങൾ അങ്ങോട്ട് യോജിച്ചതോ അവരിങ്ങോട്ട് യോജിച്ചതോ? ആ ഒരു ചോദ്യം ഞമ്മക്കുള്ളു. ഇയാളെ കാണുമ്പോ സർവ്വത്തായി കൊടുക്കുക സൗകര്യം പോലെ. ആ ഒരു ചോദ്യം ഞമ്മക്കും ചോദിക്കാതെ, നിങ്ങൾ അങ്ങോട്ട് ലയിച്ചു, ഇത് ഞങ്ങളതൊക്കെ ഞങ്ങളാണ് മാപ്പാക്കി, ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞങ്ങള് മാപ്പാക്കി, ഞങ്ങളതൊക്കെ ഒഴിവാക്കി, നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളെ കേട്ടു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ലയിച്ചതാണോ? അങ്ങനെ പറഞ്ഞോളൂ, നമുക്ക് അതിൽ ആശ്വസിക്കാം. ഇനി അതല്ല, മറ്റുള്ളവരൊക്കെ തിരുത്തിങ്ങോട്ട് വന്നതാണോ? ഈ വിഷയത്തിൽ ഐക്യത്തിന്റെ മാനദണ്ഡമുണ്ട്, അത് സമുദായം അറിയണം എന്നാ ഞമ്മക്ക് പറയണത്. പക്ഷേ സത്യത്തിൽ എന്താ നിങ്ങള് നേരത്തെ ചാനലുകാരൻ പറഞ്ഞതുപോലെ പല വിഷയങ്ങളിലും ദീനിന്റെ നിലപാടുകളിൽ നിന്നുള്ള അമിതമായ വായന, അമിതമായ ചിന്ത പലരെയും ഇസ്ലാമികമായ വിശ്വാസത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പുറത്തു ചാടിച്ചു. അതിന്റെ ഒരു ഭാഗമാണ് ഒരു മുജാഹിദ് മൗലവി പറയാണ്, പിന്നെ ഡോക്ടർമാരെ
കാണിക്കല്, ഡോക്ടർമാരെടുത്ത് പോയിട്ട് പിന്നെ കാര്യങ്ങൾ പറയല് ശിർക്കാണത്രേ. അത് പുതിയൊരു കണ്ടുപിടുത്ത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഡോക്ടർമാരെടുത്ത് പോകല് ശിർക്കാണ്. എന്താ അയാളതിന് നിർവചനങ്ങള്? അല്ലല്ലാത്തവരോട് സഹായം ചോദിച്ചില്ലേ എന്നാ. അല്ലല്ലാത്തവരോട് സഹായം ചോദിച്ചില്ലേ? അപ്പൊ അല്ലല്ലാത്തവരോട് സഹായം ചോദിച്ചത് കൊണ്ട് ഡോക്ടറോട് സഹായം ചോദിച്ചാൽ ഡോക്ടറെ പള്ളവേദനായിട്ട് നിർവാഹമില്ല, എന്തെങ്കിലും ഗുളിക തരീന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിനോ ഇസ്ലാമെന്ന് പുറത്തുപോയി. പിന്നെ ആരാ സ്വർഗത്തൊക്കെ ഉണ്ടാകും? നിങ്ങൾ 4 ആൾക്കാരോ? പേടിയാവൂലേ? സ്വർഗം തന്നെ KNM ഓഫീസിന്റെ 4 മൂലുള്ള ഒരു റൂമാ നെറ്റിരിക്കും നിങ്ങള്. സ്വർഗം പ്രവിശാലല്ലേ? അപ്പൊ എന്താണ് ശിർക്കെന്നോ, എന്താണ് തൗഹീദെന്നോ, എന്താണ് ദുആഎന്നോ, എന്താണ് ഇബാദത്തെന്നോ, ഇതിന്റെ നിർവചനങ്ങളൊക്കെ സ്വന്തമായി ഇങ്ങനെ ഉണ്ടാക്കുക. അതിന് സാധാരണക്കാർക്ക് തിരിയാത്ത കെട്ടിക്കുണിഞ്ഞ 4-5 മലയാളം പറയാ, ഭൗതികം അഭൗതികം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു ഹാലുണ്ടാക്കി തീർക്കുക. ഇതിനൊക്കെ മഹാന്മാര് മുൻഗാമികൾ ഇതിനൊക്കെ നിർവചനം പറഞ്ഞിട്ടില്ലേ? എന്താണ് ശിർക്കും തൗഹീദും? അയാളത് പറയട്ടെ, എന്നിട്ട് ഞാനത് പറയാം. 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? ഡോക്ടർമാരെ പറ്റിയാണ് പറഞ്ഞത്, ചീത്താമാരിന്ന്. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. അത് പഴയതല്ലാന്ന് മനസ്സിലായി. അതൊരു പുതിയ ചോദ്യമാണ്, അതിന് മനസ്സിലായല്ലോ. ഇത് പണ്ടുള്ളതല്ല, അത് പുതിയത് ഓൽക്ക് തോന്നുന്നത് ഓലിങ്ങനെ ചോദിച്ചാ. എന്താണ് ആ പുതിയ ചോദ്യം? പറയട്ടെ. നമ്മൾ ശിർക്കിനെതിരല്ലേ? ഒരു സംശയവും. ഞങ്ങൾ മാത്രം, ഞങ്ങളൊക്കെ ശിർക്കിനെതിരെ തന്നെയാണ്. ആരാ അവിടെ ശിർക്ക് അനുവദനീയാറിനെ? ഇങ്ങനെ 4 ആൾക്കാർ ഇങ്ങനെ ശിർക്കിനെതിരെ, ഞങ്ങളൊക്കെ ശിർക്കിന് ഗോഡൌണോട് കൊണ്ടെടുക്കണമല്ല. അതിന് എന്താണ് ശിർക്ക് എന്ന് പഠിക്കണ്ടേ? തൊട്ടതും തോണ്ടിയതൊക്കെ ശിർക്ക് എന്ന് പറയില്ല. ഇയാളത് പറയേണ്ടത് എന്താ ശിർക്കിന് നിർവചനം? ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? നമുക്ക് ചർച്ച ചെയ്യാം. എങ്കിൽ എന്റെ വിചാരം മൂപ്പര വിചാരാണ്, ഖുർആൻ ഹദീസൊന്നല്ല. മൂപ്പര വിചാരം ഇതാണ് ദീനി. എന്റെ വിചാരം ഇച്ചു തോന്നിയതെന്നാ പറയില്ല. അങ്ങനെ ദീൻ പറയല് ഇച്ചു തോന്നിയത് അങ്ങനെയാണ്, എന്റെ വിചാരം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ പെരെ പെണ്ണുങ്ങളോടാ പറയല്. അത് ദീനായിട്ട് സ്റ്റേജ് പറയാൻ പറ്റുമോ? ഞാൻ ഇവിടെ വന്നാണ് ഇച്ചു തോന്നി എങ്ങനെയാണ്, ഇച്ചു തോന്നി എങ്ങനെയാണ്, എന്റെ മര്യാദകൾ പോടും എന്റെ പേരേക്ക്. എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇയാളൊക്കെ വെറുതെ പെടാൻ പറ്റും? ആലോചിച്ച് നോക്കി. എന്റെ പെണ്ണുങ്ങൾ പെറാന് പഠിച്ചോ മാത്രം പോലെ ഡോക്ടർ കൂടി സഹായമാണെന്ന് വിശ്വസിച്ച ഓന് ശിർക്ക് ചെയ്തു. അപ്പൊ എന്താ ഈ ശിർക്കിന്റെ നിർവചനം എന്ന് പറഞ്ഞാല്? എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? മൗലിദ് ഓതുന്നത്, മന്ത്രി ചൂതുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്, ദുആ നടത്തുന്നത് അടക്കമുള്ള സുന്നികൾ ചെയ്യുന്ന, നാളിതുവരെ ചെയ്തു പോന്ന വിശ്വാസാചാരങ്ങളെ ശിർക്ക് എന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ശിർക്കിനൊരു നിർവചനം മഹാന്മാർ ഇവിടെ പഠിപ്പിച്ചു വെച്ചിട്ടില്ലേ? എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഇസ്ബാതു ശരീക്കി ഫിൽ ഉലൂഹിയ, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കുകാരെ ചേർക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിന് നേരെ എതിരാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. ഏകദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസം, അതിനാണ് തൗഹീദ് എന്ന് പറയാ. അതിന്റെ നേരെ എതിരാണ് ബഹുദൈവ വിശ്വാസം. അള്ളാഹുവിനെ ഏതെങ്കിലും വിഷയത്തിൽ പങ്കുകാരെ ചേർക്കുക. ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ. അപ്പോ ഏകദൈവ വിശ്വാസം തൗഹീദാകുമ്പോൾ ശിർക്കിന് ബഹുദൈവ വിശ്വാസം എന്നാണ് പറയുന്നത്. മൗലൂദ് ഓതിനോടത്ത് എവിടെ സാധു ബഹുദൈവ വിശ്വാസം ഉള്ളത്? അംഗീകരിക്കൂലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞോളി, ശിർക്കാണെന്ന് പറയാൻ നിർവാഹമുണ്ടോ? ഖബർ സിയാറത്ത് സാധിക്കൂലെങ്കിൽ നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞോളി. എങ്ങനെ ഖബർ സിയാറത്ത് ശിർക്കാണെന്ന് പറയാ? ഖബർ സിയാറത്ത് ചെയ്യുന്നിടത്ത് എവിടെ ബഹുദൈവ വിശ്വാസം ഉള്ളത്? എന്തിനാണ് സാധാരണക്കാരായ ആളുകളെ ഇങ്ങനെ വഴിപിഴപ്പിക്കുന്നത്? മരിച്ചു പോകണ്ടേ? ഹിസാബില്ലേ? മരിച്ചോരെ പേരിൽ 70,000 ദിക്ർ ചൊല്ലണത് സാധിക്കൂലേ? നിങ്ങൾ ചെല്ലണ്ട, ചോദിച്ചാൽ വന്നോടി, എന്നാലും വേണ്ടിയില്ല. അത് എങ്ങനെ ശിർക്ക് എന്ന് പറയണത്? അംഗീകരിക്കൂലെങ്കിൽ തെറ്റാന്ന് പറഞ്ഞോളി. ശിർക്ക് എന്ന് പറഞ്ഞ മാനദണ്ഡം എന്താ? ശിർക്കിൽ കുറഞ്ഞൊരു കച്ചവടമില്ല. അപ്പോ
തന്റെ ഭാര്യക്ക് ഗർഭമുണ്ടായാൽ ഓള് പ്രസവിക്കാൻ അള്ളാന്റെ സഹായം മതി. ഒരു ഡോക്ടറെ സഹായം തേടിയാൽ, മനഭാഗം വരട്ടെ, ഡോക്ടറെ സഹായം തേടിയാൽ അത് ശിർക്കാണ്. എന്നിട്ട് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കണ്ടങ്ങള്, ശിർക്ക്, കൊടിയ ശിർക്ക്, തനിച്ച ശിർക്ക്, പച്ച ശിർക്ക്, ഉണങ്ങിയ ശിർക്ക്, പല ജാതി ശിർക്കാണ്. ഈ ശിർക്കിന്റെ എങ്ങനെ പച്ച ശിർക്ക്, ഉണങ്ങിയ ശിർക്ക്, തനിച്ച ശിർക്ക്, കരും ശിർക്ക് എന്ന് പറയുന്ന മാനദണ്ഡം നമുക്ക് മനസ്സിലാണില്ല. അതൊക്കെ സൗകര്യം പോലെ പറയട്ടെ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അങ്ങനെ ഒരു പ്രസംഗിക്കുന്ന ആള് പറയണ്ടേ? അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാൾ പറയണ്ടേ? ഇന്റെ തോന്നൽ ഇങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ ആക്കിയാലും വേണ്ടിയില്ല, അങ്ങനല്ല ദീൻ പറയേണ്ടത്. ദീൻ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, ഹദീസ് ഇങ്ങനെ പറഞ്ഞത്, സലഫ് സ്വാലിഹീങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, ഇമാമുമാർ ഇങ്ങനെ പറഞ്ഞത്, മദ്ഹബിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. അങ്ങനല്ലേ പറയല്? ഇച്ചിങ്ങനെ തോന്നിയത് നിങ്ങൾ എങ്ങനെ കാട്ടിയാലും വേണ്ടിയില്ല, അങ്ങനല്ല ഒരു പ്രബോധകം ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ ബേക്കല് പോയ സ്വർഗത്തേക്ക് ബഡ്ജറ്റും പോകില്ല എന്ന് എന്റെ അഭിപ്രായം. നേരെ ഏതായാലും പോകില്ല, ബഡ്ജറ്റാണും പോകില്ല. അപ്പൊ ഇങ്ങനെയായ സ്വർഗത്തേക്ക് ഇവിടെ ഡോക്ടറെ കാണിക്കാത്തവർ ആരാളുള്ളത്? നിങ്ങൾ വിചാരിച്ചപ്പെടെ വെറും മൗലൂദ് ഓതിനോർത്തും ഖബർ സിയാറത്തിൽ മാത്രം തകരാറുന്ന അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ചു. നിസ്കാരം കഴിഞ്ഞാൽ ദ്വാരക്കാതെ പോയാ ഓഹോ മുജാഹിദ്, ഓന് മാണിക്ക് ദ്വാരന്നാ മതി, ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല. സൗകര്യം ഉണ്ടെങ്കിൽ ദ്വാരന്നാ മതി, ദ്വാരനിലയിച്ചോ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല. അപ്പൊ അത് മാത്രമാണ് മുജാഹിദും സുന്നിയും നമ്മളുടെ അഭിപ്രായ വ്യത്യാസം. ചിലർ ഇങ്ങനെ വലിയ പോത്താൻ പോയിട്ട് അങ്ങനൊന്നുമല്ല. അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ വെച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ അതിദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ട്. ബാക്കിയൊക്കെ ഫുറൂഇയ വിഷയങ്ങളല്ലേ. ഇങ്ങനൊക്കെ കാലത്തമായ വിശ്വാസം കൊണ്ടടക്കുക, എന്നിട്ട് സാധുക്കളായ സുന്നികളെ ഖുറാഫികളൊന്നും അവർ ഖുറാഫത്തിന്റെ ആളുകൾ. ആരാ ഖുറാഫത്തിന്റെ ആളുകൾ? നിങ്ങൾക്ക് കേൾക്കണോ? മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു മുജാഹിദ് കുടുംബം, അറിയപ്പെടുന്ന മുജാഹിദ് കുടുംബം, ആ വീട്ടിലുള്ളവർ മുഴുവനും മുജാഹിദിന്റെ പാരമ്പര്യ കുടുംബത്തിൽപ്പെട്ടവരാണ്. എല്ലാവരും നല്ലോണം പഠിച്ചോലുമാണ്. അഫ്ളലുൽ ഉലമ നല്ലോണം പഠിച്ചോല. അത് പഠിച്ചവൻ എന്തോ ആകുമല്ലോ, അഫ്ളലുൽ ഉലമ അത് പഠിച്ചവരാണ് ആ പരക്കാര്. എന്നിട്ട് അതിലൊരുത്തിക്ക് സോക്കടായി. ഡോക്ടർ അടുത്തേക്കല്ല കൊണ്ടുപോയത്, ജിന്ന് ചികിത്സകരുടെ അടുത്ത് കൊണ്ടുപോയി. ഞാൻ എന്റെ വക ഒരു ഹർഫ് ഞാൻ കൂട്ടിയിട്ടില്ല, മുജാഹിദ് മൗലവി നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അങ്ങനെ കൊണ്ടുപോയി, അങ്ങനെ ജിന്ന് ചികിത്സകാരുടെ അടുത്ത് കൊണ്ടുപോയി. അയാൾ ജിന്ന് ചികിത്സ ഇങ്ങനെ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോ പള്ളന്റെ ഉള്ളിൽ ഇങ്ങനെ ഉരുളൽ തുടങ്ങി. ആര്? ജിന്ന്. അങ്ങനെ ജിന്ന് ഉരുണ്ട് 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 ഇങ്ങനെ പള്ളമ്മ കൂടെ കയറി, ഇങ്ങനെ നെഞ്ഞുകൂടെ കയറി കൊല്ലിയിലെത്തി. അപ്പൊ മന്ത്രിക്കണാക്ക് ഫോം വന്ന്, ജിന്ന് കൊല്ലിയിലെത്തിയ മന്ത്രിക്കണാക്ക് ഫോം വന്ന്. ഇയാള് ഫോൺ അറ്റൻഡ് ചെയ്ത് വന്ന് നോക്കുമ്പോ ജിന്ന് കൊല്ലിയിൽ ഉറച്ചുക്കണമല്ലോ. എന്റെ വക പറയല്ല, ആരാണ് ഈ ഖുറാഫത്ത് ഇവിടെ പഠിപ്പിച്ചത്? പറയട്ടെ. എന്റെ നാട്ടിലെ പരിസരത്ത് നിന്നാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. വേദനയോടുകൂടെ തന്നെയാണ്, അതിലേറെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ അത് കേൾക്കുന്നത്. ഞങ്ങൾക്കും വേദന എടുക്കുക. ഇത് ഇസ്ലാമിന്റെ പേരിലല്ലേ? എന്റെ ഹൃദയം തൊട്ട് മനസ്സു തൊട്ട് വലിയ വേദനയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പാരമ്പര്യവും പഴക്കവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള ഏറെ പുകൾപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ, ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്നുബാധയാണ് എന്ന കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. സുന്യാളെ കുടുംബത്തിൽ നിന്നല്ല, സുന്യാളെ കുടുംബത്തിൽ നിന്നല്ല, പാരമ്പര്യമായി മുജാഹിദ് വിശ്വാസത്തിന്റെ കുടുംബത്തിൽ നിന്നാണ് കൊണ്ടുപോയത്. ജിന്നു ചികിത്സാരിടത്ത് കൊണ്ടുപോയി. ഒരു മുസ്ലിയാരല്ല പറയുന്നത്, ഒരു മൗലവിയാണ് പറയുന്നത്. സംസാരിക്കുന്നത് പാരമ്പര്യവും പഴക്കവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള ഏറെ പുകൾപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ, ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്നുബാധയാണ് എന്ന കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അഫ്ളലുൽ ഉലമ കഴിഞ്ഞ ഒന്നിലേറെ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തി ചികിത്സിച്ചു കൊണ്ടിരിക്കെ
പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എങ്ങനെ ഓതി, അതാണ് പോലും ചികിത്സ നടന്നത്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു. അപ്പൊ ജിന്ന് പള്ളന്റെ ഉള്ളിലാ പാർക്കരത്രേ. ജിന്ന് പള്ളന്റെ ഉള്ളിലാ അതിങ്ങനെ മോയായിട്ട് ഉരുണ്ടിങ്ങനെ വരലാണ്. എന്നിട്ട് അതാണ് പോലും ചികിത്സ നടന്നത്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു. ജിന്നാണ്. നോക്കിങ്ങള്. അപ്പൊ ഞമ്മക്കിതൊരു പുതിയ ഇൽമ. ജിന്ന് പള്ളന്റെ ഉള്ളിൽ പാർത്ത് മന്ത്രിച്ചത് ഉരുണ്ടിട്ട് ഇങ്ങനെ മേപ്പെട്ട് ഇങ്ങനെ ഉരുണ്ട് വരുന്ന എന്താ ഫുട്ബോളായി കയറാം. എന്നിട്ട് ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓത്തിങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ പറയുന്നത്. പിന്നെ ആരെ കുടുംബത്തിലത്തെ കഥയാണ്? ഖുറാഫിയാള് നിങ്ങൾ ഞങ്ങളെ പറ്റിയല്ലേ പറയണേ? സുന്യാളെ കുടുംബത്തിലത്തെ കഥല്ല. ആരാ അവിടെ പഴച്ചുപോയത്? നബി തങ്ങളുടെയും സ്വഹാബത്തിന്റെ ചര്യയിൽ നിന്ന് ബഹുദൂരം അതിവേഗം സഞ്ചരിച്ചതാരാ? ഖുറാഫിയാളെ കുടുംബത്തിലത്തെ കഥല്ല പറയണത്. എന്നിട്ട് ഇസ്ലാഹി മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടിനകത്ത് നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാന്ത്രികന്റെ അടുത്ത് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാ. അപ്പൊ പിന്നെ ബാക്കിയുള്ള സാധാരണക്കാരനെ പിന്നെ പറയാൻ തന്നെ ഇല്ല. വലിയ നേതാവിന്റെ കഥ എങ്ങനെയാണെങ്കിൽ ബാക്കി പോട്ടയുണ്ട്. അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാ. അതിങ്ങനെ ഉരുണ്ടുവന്നു. എന്നിട്ട് ചങ്കിലെത്തി. ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ പുറത്തുപോയി അയാൾ തിരിച്ചു വന്നപ്പോ ജിന്ന് കൗത്തിൽ മുഴ രോഗിയുടെ ചങ്കിൽ ഉറച്ചു പോയിരിക്കുന്നു. ഇനി അത് അങ്ങോട്ടും നീങ്ങില്ല. ഇനി ഓതിയാൽ രോഗി മരണപ്പെട്ടു പോകും. അങ്ങനെ ഒരു ചികിത്സാ രീതി ഖുർആൻ കൊണ്ട് തെളിയിക്ക്. ജിന്ന് കൊല്ലി കുടുങ്ങിയ ഒരു ചികിത്സ സ്വഹാബികളുടെ ഏതെങ്കിലും ഇത്തിബാ കൊണ്ട് തെളിയിക്ക്. അങ്ങനെ ചര്യണ്ടോ ജിന്ന് കൊല്ലി കുടുങ്ങിയ ഒരു ചികിത്സ? എന്നിട്ട് ഇത് വിശ്വാസമാണ്. പടച്ചോനെ കൊഴങ്ങിയില്ലേ? ഇങ്ങനെ വിശ്വസിച്ചാ പിന്നെ എങ്ങനെയോ സ്വർഗത്ത് പോണു? ഏത് ധൈര്യത്തിൽ ഞങ്ങളെ ബാക്കിൽ ഞങ്ങൾ കൂടുന്നത്? ചോറ് വെച്ച് വളമ്പിയിട്ട് കാര്യമുണ്ടോ? വിശ്വാസം നന്നാണ്ടേ? ഇവർ മുജാഹിദാണ്. പടച്ചോനെ എന്താ നമ്മള് ചെയ്യണു? മുജാഹിദാരാണ് നിങ്ങളെ ചെയ്യണമെന്ന് മുജാഹിദാരാ പറയണത്. ഈ വിശ്വാസത്തിൽ നിന്ന് ഐക്യപ്പെട്ടു എന്ന് പറയുന്നവർ മാറിയോ മാറിയില്ലേ എന്നാ ഞങ്ങൾ ചോദിക്കണത്. അങ്ങനെ ചികിത്സ ഉണ്ട് എന്ന് വിശ്വസിക്കണ ഒരു കൂട്ടരങ്ങളില് അങ്ങനെ ചികിത്സിച്ച ഇസ്ലാമിനെ പുറത്താണ് ഞങ്ങളെ മറ്റു കൂട്ടരുടെ വിശ്വാസം. ഇത് എങ്ങനെ രണ്ടും കൂടി യോജിച്ചത് എന്ന് ആലോചിച്ചിട്ട് തിരിണില്ലപ്പാ. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് ഐക്യം എങ്ങനെയാണ്? ഇവരാണ് മുജാഹിദുകൾ എന്നിവർ അവകാശപ്പെടുന്നു. മാത്രല്ല ഇനി രണ്ടാമത്തത്, ഒരു മുജാഹിദാനെ പെരേന്ന് ഇങ്ങനെ ഇറങ്ങാണ്. ഇങ്ങനെ എന്തോ ബൈക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ ബൈക്കിന് കറുത്ത പൂച്ച ദുശകുനം, ഞങ്ങട്ട് പോകാൻ പറ്റൂല. അയാള് പേരന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തോക്കെടുത്തിട്ടും ഒറ്റ പിടിയൊക്കെ പൂച്ചനെ. സുന്നി കുടുംബല്ല പറയട്ടെ അയാള്. എന്റെ ജിന്നാൻ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് എത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടു വന്നു. എന്നിട്ട് രോഗിയുടെ ചങ്കിൽ ഉറച്ചു. മുജാഹിദുകൾ എന്നിവർ അവകാശപ്പെടുന്നു. ഇവരല്ലാത്തവരൊന്നും മുജാഹിദുകളല്ല എന്നിവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. പറയണം നാം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? പറയാതെ മര്യാദക്ക് നിങ്ങൾ വിടൂല. ഞങ്ങള് ഈ വിശ്വാസത്തിന് മാനദണ്ഡം പറയും. ഇങ്ങനത്തെ ഒരു വിശ്വാസം ഇസ്ലാമിലുണ്ടോ? ഈ വിശ്വാസം മറ്റ് വിശ്വാസം എങ്ങനെ യോജിച്ചത്? ബാക്കിയോടും പറയാം. ഇതിന്റെ ആധാരം എന്താണ്? ഇതിന്റെ പ്രമാണം എന്താണ്? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? എന്തിന്റെ പേരിലാണ്? ഏത് ആയത്ത് വെച്ചിട്ടാണ്? ഏത് ഹദീസ് വെച്ചിട്ടാണ്? ആര് പറഞ്ഞു? ചോയ്ക്കി നമുക്ക് പണി പറയട്ടെ. ചോയ്ക്കി എവിടുന്നാ പറയട്ടെ. പോട്ടെ. നബി പറഞ്ഞോ? സ്വഹാബത്ത് പറഞ്ഞോ? പറഞ്ഞോ പറയും. നബി പറഞ്ഞോ? സ്വഹാബി പറഞ്ഞോ? ആര് പറഞ്ഞിട്ട് അത് ചെയ്തത്? ഇമാരൊരു ചികിത്സ ജിന്നു കൊല്ലി കുടുങ്ങുന്ന ചികിത്സ. പോട്ടെ. താബിയുകൾ പറഞ്ഞോ? ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്? മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളിങ്ങനെ വരിക. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് അയാൾ കയറാൻ സമയത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കറുത്ത പൂച്ച അയാളെ തുറച്ചു നോക്കി. ജിന്നാണ്. ഒരു കറുത്ത പൂച്ച. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പെരയിൽക്ക് വരുന്ന ഒരാളെ ഒരു കറുത്ത പൂച്ച സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് തുറച്ചു നോക്കി. അപ്പൊ ഒരു ടീമിന്റെ വിശ്വാസം എന്താ? ആ കറുത്ത പൂച്ച ജിന്നാണ് എന്നാണ്. അപ്പൊ ആ പൂച്ചനെ എന്തെങ്കിലും തീരുമാനമാക്കില്ലെങ്കിൽ ആ പൂച്ച എനിക്ക് ഹൈറും ഷെറും ചെയ്യുന്ന വിശ്വാസം ഒരു ടീമിന്.
മേശന്റെ വലിപ്പിന്ന് കാശെടുത്തിട്ട് മര്യാദയ്ക്ക് മേശന്റെ വലിപ്പ് അടക്കാൻ പറ്റൂല എന്നല്ല നിങ്ങളെ വിശ്വാസം? ജിന്നിന്റെ കാലുടുങ്ങും. കാരണം ജിന്ന് എവിടെ ഉണ്ടാവേ? മീൻ നന്നാക്കിയിട്ട് ആ വെള്ളം പിന്നെന്താ പറയാ പുറത്തേക്ക് ചിന്താ നിർവാഹമില്ല. മീനിന്റെ ഈ ജിന്നിന്റെ മൂർത്താവ് കൂടാണ് ചിന്ത. ജിന്ന് വെറുതെ വിടുവോ? ഈ വിശ്വാസം എതിരും എങ്ങനെ യോജിച്ചത്? എന്നിട്ട് തുറച്ചു നോക്കി. അയാൾ ഉറച്ചു തീരുമാനിച്ചു അത് ജിന്ന് തന്നെയാണ്. അകത്ത് പോയി എയർ ഗൺ എടുത്തു, പുറത്തു വന്നു, പൂച്ചക്ക് ഷൂട്ട് ചെയ്തു. എത്ര സ്വഹാബികൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? നബി തങ്ങൾ എത്ര പൂച്ചനങ്ങനെ വെടിവെച്ചിട്ടുണ്ട്? എണ്ണം പറ. നമ്മൾ പറഞ്ഞതിന് മാത്രം ഹദീസും ആയത്തു. ഇത് തീരുമാനാക്കണ്ടേ? എങ്ങനെ ഈ വിശ്വാസമുള്ളവരും ഈ വിശ്വാസം പാടില്ല എന്ന് പറയണോലും ഈ വിഷയത്തിൽ എന്ത് തീരുമാനാക്കി? പരസ്യമായിട്ട് പറയാൻ മടിയാണിയോ രഹസ്യമായിട്ട് പറഞ്ഞാണി? ഇതിൽ തീരുമാനം ഉണ്ടാവുമല്ലോ. ഇല്ലാതെയുള്ള തൗഹീദും ശിർക്കും തമ്മിലുള്ള ഐക്യം നരകത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യലല്ലേ? എന്നാ പിന്നെ നിഷ്പക്ഷമതികൾക്ക് ചോദിക്കാണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാമന്തളി സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇങ്ങനെയുള്ള പൊതുവേദികളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ പരിപാടി നടത്താനും ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ നിഷ്പക്ഷമതികളായ ഒരു ടീം വീക്ഷിക്കുന്നുണ്ട്. ഇതൊന്നും ആരോഗ്യപരല്ല എന്ന് ഞമ്മക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ വേദി കിട്ടണത്. പക്ഷേ പാരമ്പര്യ വിശ്വാസികളെ അടച്ചാക്ഷേപിക്കുകയും തങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേക്കെന്ന് പറയുകയും ചെയ്യുമ്പോൾ തങ്ങൾ നിലകൊള്ളുന്ന പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസത്തിന്റെ രേഖ രൂപം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? പക്ഷെ ഇതുകൊണ്ടൊക്കെ ഉണ്ടായ മെച്ചന്താര്യങ്ങൾ വലിയ മാറ്റം ഉണ്ടായി. മുജാഹിദിന്റെ പ്രഭാഷകന്മാരിലെ പ്രസംഗങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. വിശ്വാസങ്ങളിൽ മാറ്റം ഉണ്ടായി. തമ്മിൽ തച്ച് പല ഖണ്ഡങ്ങളായിട്ട് പിരിഞ്ഞു. നിർവചനങ്ങൾ പറയാൻ കഴിയാതെ അങ്കലാപ്പിലായി. സാധാരണ പ്രവർത്തകന് പോലും നേതാക്കന്മാരോട് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. നമ്മൾക്കറിയാലോ, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടയാളനാക്കി മക്കൾ പ്രാർത്ഥിച്ച സംഭവം. ഒരാളെ ഇടയാളനാക്കി അള്ളാഹിനോട് ദുആർക്കുമ്പോ ഇടക്കൊരാളെ വെച്ച് ദുആർക്കുക, ഇയാളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദ് ഹാസിലാക്കി തരണേ എന്ന് പറയാ. അത് ശിർക്കാന്നല്ലേ നിങ്ങൾ ഇക്കാലം വരെ പറഞ്ഞത്? എന്നാൽ സക്കരിയ സ്വലാഹി പറഞ്ഞു ഇടയാളനെ വെച്ചുകൊണ്ട് ദുആ ചെയ്യാം. അത് നബി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തേ അങ്ങനെ പറയേണ്ടി വന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, ഇസ്തിഖാമയുടെ, SKSSFന്റെ ശക്തമായ ആദർശ പടയോട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ജർക്കിംഗ് ആണ് അത്തരത്തിലുള്ള മനംമാറ്റം. സക്കരിയ സ്വലാഹിനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ആ മറുപടിയിൽ അദ്ദേഹത്തിന്റെ ആ പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ അള്ളാഹു അടിമയോട് ഏറ്റവും അടുത്തവനാണ്. അപ്പൊ അള്ളാഹുവിനോട് നേരിട്ട് തന്നെ ചോദിക്കുക, ഇടയാളനെ വെക്കണ്ടെന്നല്ല നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞത്. പക്ഷെ യാക്കൂബ് നബിയെ ഇടയാളനാക്കി മൂപ്പരെ മക്കൾ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇതിന്റെ ഹാല് എന്നാ ചോദിക്കണേ? അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബ് നബിയുടെ മക്കള് പിന്നെ യാക്കൂബ് നബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അത് ശരി, അതന്നെ സാധു ഇക്കാലം വരെ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളെ 3-5-15 ഞങ്ങൾ 5-3-15 രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ സ്വന്തമായും ദ്വാരക്കാം, ദ്വാരക്ക് ഉത്തരം കിട്ടുന്നവരെ ഇടയാളനാക്കുകയും ചെയ്യാം. അങ്ങനെ പറ്റുന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. കണ്ടങ്ങള് ആലോചിച്ച് നോക്കി കാണി. അപ്പൊ യാക്കൂബ് നബി ദ്വാരുന്ന വേഗത്തിൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഉത്തരം കിട്ടുന്നവരോട് ദ്വാരിപ്പിക്കാം, അവരെ മുന്നിൽ നിർത്താം. അതുകൊണ്ട് ഞമ്മക്കും അങ്ങനെ ചെയ്യാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അപ്പോ അടുത്ത നബിയുടെ കാലത്ത്, അപ്പൊ നബിന്റെ കാലത്താമത് ഇന്നും ഉള്ളതല്ലോ. നബിന്റെ കാലത്ത് സ്വഹാബികൾ വന്ന് നബിനോട് പറഞ്ഞു മഴയല്ല, ഞങ്ങളെ ഇടങ്ങേറായിക്കണേ, ഒന്ന് ദ്വാരക്കണം.
നിങ്ങളെ വിശ്വാസപ്രകാരം എന്താ നബി പറയേണ്ടത്? പടച്ചോനോടാണ് പറഞ്ഞേക്ക് അള്ള നിങ്ങളെ എടുത്തല്ലേ എന്നല്ലേ നബി പറയേണ്ടത്? അതല്ല നബി ചെയ്തത്. മിമ്പറയിൽ കയറി അള്ളഹാനോട് പറഞ്ഞ പഠിച്ച ഇവർക്ക് മഴ വേണം കൊടുക്ക് പടച്ചോനെ. മഴാണ്ട് പെയ്തു, നോൺ സ്റ്റോപ്പ് മഴ, നിൽക്കണില്ല. അവസാനം ഇവര് വന്നിട്ട് നബിനോട് പറഞ്ഞു, നബിയെ മഴ കൊണ്ട് കൂടി ഒന്ന് നിന്നിട്ടണം. എന്താ ഇവർക്ക് അള്ളഹാനോട് പറഞ്ഞുകൂടേനിയോ? ഒരു നബിനോട് വന്നിട്ടാ പറഞ്ഞത്? ഞാൻ പറയല്ല, സക്കരിയ സ്വലാഹി. അങ്ങനെ നബി രണ്ടാമതും ദുആയിരുന്നു, മഴാണ് നിന്നു. മോനാ സംഭവം കൃത്യമായിട്ട് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു, അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരൊറ്റ മുജാഹിദിനും അന്തല്ലാതെ മനസ്സിലാക്കാം. അല്ല, ദത്താപ്പ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടി. ഇത്രക്കല്ല നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ വയ്ക്കുള്ളൂ. ഇത് നബി പണ്ട് പഠിപ്പിച്ചിക്കണേ. എന്താ ഈ കാലം വരെ നിങ്ങളിത് പറയാഞ്ഞത്? ഞങ്ങൾ ദിക്ർ ദുആ സമ്മേളനം സംഘടിപ്പിച്ച് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് വിശ്വാസമുള്ള ഒരു സയ്യിദിനെ, ഒരു ആലിമിനെ കൊണ്ടുവന്ന് ദ്വാരിപ്പിക്കുമ്പോ നിങ്ങൾ ഞങ്ങളെ കുതിര കയറലില്ലേ? അത് പറ്റുന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? ഇവിടെ ചോദിച്ചാൽ ഇതിപ്പോ നമുക്ക് എന്താ മനസ്സിലായി? പുണ്ണാക്ക് മനസ്സിലായി, അന്തുള്ളവർക്ക് ഇത് തിരിയുള്ളൂ. എന്നിട്ട് മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അങ്ങനെ ബൈക്ക് വരി. ഇതന്നെ നമ്മളും പറഞ്ഞത്. തീർന്നിട്ടില്ല. എന്റെ അടുത്ത് നമ്മളെ പ്രവർത്തകര് ടിൻ കളക്ഷന് വേണ്ടി വരുന്നുണ്ട്. എല്ലാവരും നല്ല ഓണം കൊടുക്കുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും 50, 100, 200 ഒക്കെ കൊടുക്കുക. നല്ല ചെലവുണ്ട്. മുജാഹിദിന്റെ പ്രവർത്തകന്മാർ ഒരുപാട് റോട്ടുമ്മലുണ്ട്. നിങ്ങൾ 500 കൊടുക്കുക. ഇങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ഞമ്മക്ക് ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പരിപാടി. 500 കൊടുക്കുക, നഷ്ടാവൂല. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. മാത്രമല്ല, ആദർശ പ്രസംഗത്തിന്റെ മറ്റൊരു ഭാഗം, മറ്റൊരു മാറ്റം, ഞാൻ അതുകൂടി മന്നോട് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ സാഹിബ് ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുക. മറ്റൊരു മാർഗം, ഹുസൈൻ സലഫിയുടെ പ്രസംഗങ്ങൾക്ക് വല്ലാതെ മാറിയത് ചിലപ്പോൾ ആളെ കാണാൻ ഞാൻ അത് സുന്നി മോചാരാന്നാണ് തോന്നിപ്പോകണം. അഞ്ചാതി വേളൊക്കെ ഇപ്പൊ പറയണത്. എത്രത്തോളം കാര്യങ്ങള് സിയാറത്തിന് ഒരു കാലത്ത് നമ്മൾ സിയാറത്ത് ചെയ്യുകയും സിയാറത്തിന് പോവുകയും ചെയ്തപ്പോൾ ഖബറാരാധനയാണ്, ഖബർ പൂജയാണ് പറഞ്ഞു. മദ്രസകളിൽ നിന്നും മറ്റുമൊക്കെ സിയാറത്ത് യാത്ര സംഘടിപ്പിച്ചപ്പോൾ നരകത്തിലേക്കുള്ള യാത്ര, ശിർക്കിന്റെ യാത്ര എന്നൊക്കെ പരിഹസിച്ചു. മമ്പുറത്ത് ഖുതുബുസ്സമാന്റെ സമീപത്ത് ചെന്ന് അവിടുത്തെ സിയാറത്ത് ചെയ്താൽ അത് ഖബറാരാധനയാണ്, മമ്പുറം തങ്ങളുടെ ബിംബത്തിന് ആരാധിക്കുകയാണ് എന്ന് വരെ പറഞ്ഞ ആളുകൾ പറയാണ്. അല്ല, ഖബർ സിയാറത്ത് ചെയ്യണം, ഖബർ കാണാൻ പോകണം, മഖ്ബറയിൽ പോലും സിയാറത്ത് ചെയ്യണം. ഹുസൈൻ സലഫിന്റെ പ്രസംഗം മാറി വരട്ടെ. സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ സന്ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം? അത് ശരി തന്നെയാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം തന്നെയാണ് അർത്ഥം. അത് ഉള്ള നമ്മളുള്ള തന്നെ പറയണമല്ലോ. നമ്മുടെ കുടുംബത്തിൽ എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ? ഓരോന്നോരോന്ന് മുമ്പ് മൊത്തം നമ്മൾ സർവ്വമായിട്ട് കുറച്ചേരാണ്ട് പോവുക. അപ്പൊ നമ്മൾ കുടുംബം കുറച്ച് അപ്പുറം വരട്ടെ. നമ്മൾ കുടുംബത്തിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ മരിച്ച് ഖബറിൽ പോയി കിടക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ? മഖ്ബറകളിൽ കിടക്കുന്നില്ലേ? ഇടക്കിടക്ക് ആ ഖബറുകളൊന്ന് പോയി കണ്ടുകൂടെ? നോക്കി കാണിങ്ങള്. കുടുംബത്തിൽ നിന്ന് മരിച്ചവരില്ലേ, അതുപോലെ തന്നെ മഖ്ബറകളിൽ കിടക്കുന്നവരില്ലേ? ആ മഖ്ബറിൽ കിടക്കുന്നവരെ ഇടക്കൊന്ന് പോയി സന്ദർശിച്ചുകൂടെ? സുന്നി മൂജാരല്ല, മുജാഹിദുകാരനാണ്. തമ്മിൽ തെറ്റി മട്ടലോണ്ട് പെരുന്തല്ല് തച്ചവൻ പറഞ്ഞു. കൊറേയൊക്കെ സുന്നാള് പറഞ്ഞു കൊടുത്തും കാര്യമുണ്ട്. നിങ്ങൾ ഓല അങ്ങനെ വിമർശിക്കല്ലേ. ഖബർ സിയാറത്ത് സുന്നത്താന്ന് നബി പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറയും. അങ്ങനെയാണ് പറഞ്ഞത് അയാള്. അങ്ങനെ പറഞ്ഞു. മഖ്ബറയിൽ കിടക്കണവരുണ്ട്, കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്. ഓലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന മനോഭാവം വരട്ടെ. അവരെ നമ്മൾ എന്ത് ചെയ്യണം? മരണപ്പെട്ട് കിടക്കുന്നില്ലേ? മഖ്ബറകളിൽ കിടക്കുന്നില്ലേ? ഇടക്കിടക്ക് ആ ഖബറുകളൊന്ന് പോയി കണ്ടുകൂടെ? ഞങ്ങള് കാണലുണ്ട് മൗലവി, ഞങ്ങൾ പോകലുണ്ട്, ഞങ്ങൾ സിയാറത്ത് ചെയ്യലുണ്ട്. അത് പുണ്യാന്ന് ഞങ്ങളെ നബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ സക്കരിയ സ്വലാഹി പറഞ്ഞമാര് ഇങ്ങനെ തുണി കുപ്പായി മാറ്റണമാര് ഞങ്ങൾ തൗഹീദ് മാറ്റലില്ല. നിങ്ങൾ ഞങ്ങളെ എത്ര കുതിര കയറിയാൽ ഞങ്ങൾ നിൽക്കണോടത്താ ഞങ്ങൾ നിൽക്കല്. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? ഞങ്ങൾ പ്രാർത്ഥിക്കലുണ്ട്. അവർക്ക് വേണ്ടി അള്ളാഹിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കലുണ്ട്. ഞങ്ങൾക്ക് അതിന് യാതൊരു മടിയില്ല. കാരണം ഞങ്ങൾ നബി ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു.
അതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന സിയാറത്ത്. അത് നബി പഠിപ്പിച്ചിക്കണില്ല. എന്തെങ്കിലും ഇക്കാലം വരെ ഇത് പറയാഞ്ഞത്? ഇക്കാലം വരെ നിങ്ങൾ ഇത് ഇവിടെ അടുത്തൊന്നും മുജാഹിദ് സെന്റർക്ക് ജിബ്രീൽ വന്നിട്ടില്ലല്ലോ. എന്താ ഈ ഹദീദ് സംബന്ധിക്കാലം വരെ നിങ്ങൾ പറയാതിരുന്നത്? അത് സുന്നാളോടുള്ള ആ വൈരാഗ്യം കൊണ്ട് കോട്ടിൽ വെച്ച് ചേർന്നു, തമ്മിൽ തച്ചുകൊണ്ട് പിരിഞ്ഞപ്പോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉള്ളത് പറയാം. അതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടമില്ലേ പ്രിയമുള്ളവരെ? അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്ത രണ്ട് കോട്ടുണ്ട് എന്നല്ല അങ്ങനെ ഇക്കാലം വരെ പറഞ്ഞിരുന്നത്. രണ്ട് കോട്ടം, ഒന്ന് ഖബർ ആരാധനയും ഒന്ന് ശിർക്കും. തിരിച്ചു പറഞ്ഞപ്പോ രണ്ട് നേട്ടായി. എന്നാ രണ്ട് നേട്ടം? ഒന്ന് നമ്മുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചുവെങ്കിൽ അല്ലാ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ പെങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, ഈ ഖബറിലുള്ള മുസ്ലിമിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചെങ്കിൽ ദുആ ചെയ്തതിന്റെ കൂലിയും നമുക്ക് കിട്ടി. ആ പ്രാർത്ഥന കബൂലായിട്ടുണ്ടെങ്കിൽ അതാ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ശാന്തി നൽകില്ലേ? അപ്പൊ അങ്ങനെ ദ്വാരന്നാല് ഖബറാളിക്ക് അതിന്റെ പ്രതിഫലം കിട്ടി, ഞമ്മക്ക് അതിന്റെ കൂലിയും കിട്ടി. അതന്നെ നമ്മള് അതിന് തന്നെയാണ് നമ്മൾ ദ്വാരക്കണത്. നിങ്ങളെന്താ വിചാരിച്ച മരിച്ചോലെ എടുത്ത് നമ്മൾ ദ്വാരന്നിട്ട് ഈ മരിച്ച ആള് പിന്നെ PSCക്ക് പരീക്ഷ എഴുതാൻ പല ചാൻസ് ഉണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കല്? ഞങ്ങളും ദ്വാരക്കല തന്നെയാണ്. ഈ മരിച്ചാക്ക് ഇതിന്റെ കൂലി കിട്ടണം, ദ്വാരം നോക്കും അതിന്റെ പ്രതിഫലം കിട്ടും വേണം. രണ്ടും കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ദ്വാരക. അതിന് ദ്വാരക്കണോടത്തൊക്കെ ഒന്ന് ബന്ധു നോക്കണത്. കൈജൊന്നിച്ചുമ്പോൾ ബടി ഉണ്ടാവും, പിന്നെ പുലി പായിനാരി പായല്ലേ. എന്താണ് ഇവര് പറയണമെന്നൊന്ന് കേട്ടു നോക്കണ്ടേ? അതും മാത്രമല്ല പിന്നെയോ നമുക്ക് മരണചിന്തയുണ്ടാകില്ലേ? ഉണ്ടാകും. അവ കബറടക്ക് പോയി കണ്ട മരണചിന്ത ഉണ്ടാകും, പരലോക ചിന്ത ഉണ്ടാകും. എന്നിട്ട് മൂത്തരി പ്രസംഗം ഒന്ന് രസാകണമെങ്കിൽ പാട്ട് പാടണം. ആ പാട്ട് തഴവന്റെ പാട്ട് അയാൾ പാടണം. നമ്മളൊക്കെ വേദറിയുമ്പോ പാടുന്ന പാട്ട് പാടിക്കോട്ടെ. ഞെട്ടാത്തവരായിട്ടാരാ ഉള്ളത്? മുജാഹിദുകാര് മാത്രം നെട്ടൂല, ബാക്കിയുള്ളവര് മുഴുവൻ നെട്ടും കബറ് കണ്ടാല്. കാരണം ഓൽക്കിത് പ്രശ്നമില്ല. കാരണം മരിച്ചാൽ കൊണ്ടാണ് കുഴിച്ചിട്ട് തന്നെയല്ലേ. പിന്നെ വല്ലൈസനിൽ ഇൻസാൻ ഇല്ലാ മാസന മനുഷ്യന് ഓൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്നാ. അങ്ങനെ ഇക്കാലം വരെ പറഞ്ഞത്. ഇപ്പൊ പറയണത് പറ്റൂല. മരിച്ചോൽക്ക് ദ്വാരക്കണം, ഓൽക്ക് എന്നെ കൂലിയും കിട്ടും, പിന്നെ എന്റെ പ്രതിഫലം കിട്ടും. ഉള്ളത് ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. വാവിട്ട് കരഞ്ഞില്ലെങ്കിലും ദുഃഖെങ്കിലും വേണം. വാവിട്ട് കാര്യമൊന്നും വേണ്ട. എന്റെ ബാപ്പ മരിച്ചുപോയി, പുറത്തു കൊടുക്കണേന്നൊരു സങ്കടം അല്ലെ. എന്റെ അമ്മ മരിച്ചുപോയി, പുറത്തു കൊടുക്കണേ എന്നുള്ളൊരു വാക്ക്. ഇടക്കൊക്കെ ഖബറിങ്ങ പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്യ, ആരാധിക്കല്ല സിയാറത്ത് ചെയ്യ. അങ്ങനെയാണ് പറഞ്ഞിട്ട് പഠിച്ചാണ് നിങ്ങള്. ഖബർ സിയാറത്ത് ആരാധന എന്ന് പറഞ്ഞ് നാവൊക്കെ താമ്പിച്ചു തിരുത്തി. ആരാധനല്ല, ആദരവ്. ആരാധനയും ആദരവും തിരിച്ചറിയാത്തത് വലിയ പാകപ്പിഴവ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ആരാധന വേറെ, ആദരവ് വേറെ. അത് രണ്ടാ. ചെയ്യണോനോട് ചോദിക്കി എത്താ പറ്റി കാട്ടിയത്. അപ്പൊ അവൻ പറയും ഇന്നതാണ്. അതാണോ എന്റെ നിലപാട്, അതാണോ എന്റെ വിശ്വാസം? ഈ നിലക്ക് അടിസ്ഥാനപരമായ ആദർശങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും ബഹുദൂരം സഞ്ചരിച്ച് അപകടകരമായ സാഹചര്യങ്ങൾ വിശ്വാസത്തിലുണ്ടാക്കി വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഭൗതികമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധമായ ദീനിനെ കോട്ടിമാട്ടി വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് പാരമ്പര്യമായ വിശ്വാസങ്ങളെ വികലമാക്കി ചിത്രീകരിച്ച് നമ്മളെ ഖബറാരാധകരാക്കി, കുബൂരികളാക്കി, അതുപോലെ തന്നെ ഈ നിലക്കുള്ള ഖുറാഫികളാക്കി ചിത്രീകരിച്ച് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങളുടെ സമുദായത്തെ കൊണ്ടുപോകുന്നത്. അത് തിരുത്തണമെന്നും മാറണമെന്നുമാണ് നമ്മൾ പറയുന്നത്. കൂടുതൽ അതിലേക്ക് കടക്കണില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം. ബഹുമാന്യനായ രാമന്ത്രി സഭ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കും. ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. അല്ലാഹില്ലാതെ ചിന്തയോടുകൂടെ നാട്ടുകാരൊക്കെ സ്വർഗത്തേക്ക് പോകണം. എന്തെങ്കിലും വലിയ മുടക്ക് നമുക്കൊരു മുടക്കൊന്നുമില്ല. നാട്ടുകാരൊക്കെ സ്വർഗത്തേക്ക് പോകണം. ഓലൊക്കെ ഖുറാഫിയാളും ഓലൊക്കെ നരകത്തേക്കും ഓലൊക്കെ ശിർക്കന്മാരും. അങ്ങനല്ല. അത് നല്ല മനസ്സുള്ളവര് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. എല്ലാവരും സ്വർഗത്തേക്ക് പോകണം, എല്ലാവരും സ്വർഗത്തിന്റെ ആളുകളാകണം. ആ നിലക്കുള്ളൊരു സംസാരം, ആ നിലക്കുള്ളൊരു ഇടപെടലുകൾ, ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ, ഇതാണ് നന്മ ഉദ്ദേശിക്കുന്നവർ, മസ്ലഹത്ത് ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത്. അതാണ്. ഈ നിലക്ക് ബിദ്അത്തിന്റെ കക്ഷികൾ ഒരു ഭാഗത്ത് ആദർശപരമായ പാപ്പരത്തിൽ താണ്ഡവമാടുമ്പോൾ, മറുഭാഗത്ത് സമസ്തയിൽ നിന്ന് മാറി നിന്നവർ, മറുഭാഗത്ത് സജീവമായ പ്രവർത്തനങ്ങളിൽ ആദർശ വ്യതിയാനത്തിൽ ആടി ഉലയുകയാണ്.
ഞാൻ അതിന്റെ മുഖദ്ദിമ പറഞ്ഞ് ബാക്കി അദ്ദേഹം പറയും. സ്വർഗത്തുക്കുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കാം, സമയം വളരെ ചുരുക്കാം. ആദർശപരമായ പാപ്പരത്വത്തിൽ ആടി ഉലയ. കാരണം എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ നിങ്ങള് സമസ്തയിൽ നിന്ന് മാറിപ്പോണ സമയത്ത് ഒരു പറഞ്ഞ താരങ്ങളോ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ നിലവിലെ ആലിമികൾ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ ഓൾക്ക് സുന്നത്ത് ജമാഅത്ത് ഇല്ല. സുന്നത്ത് ജമാഅത്തിൽ വല്ലാത്ത അപാകത സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെടുവാണ്. ഇങ്ങനെ പോയ സ്വർഗത്തേക്ക് എത്തൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്വർഗത്തേക്ക് എത്തുന്ന അല്ലാഹ് ബില്ല വേറൊന്നുമില്ല. ആ ഒരു ചിന്തയിൽ ഒരു സംഘടന. രാഷ്ട്രീയം കാണാനും പാടില്ല, തൊടാനും പാടില്ല, എടുത്തുകൂടെ പോകാനും പറ്റൂല, കാരണം സ്വർഗത്തേക്ക് എത്തൂല. അപ്പൊ അങ്ങനൊന്നും ഇല്ലാത്തൊരു സംഘടന വേണം എന്ന് പറഞ്ഞ് മാറിപ്പോയ ആളുകൾ, അതിന്റെ ചുരുക്കാണ് ഞാൻ ഈ പറയണത്. ആ മാറിപ്പോയ ആളുകൾ ഇവരുടെ പഴയ നേതാക്കന്മാരുടെ പ്രസംഗത്തിൽ പറഞ്ഞ എന്താ? നമുക്ക് സുന്നി വെച്ചൊരു കളിയില്ല. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി യുവജന സംഘം, SBS, സുന്നി ബാലസംഘം, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, ഇങ്ങനെ പ്രസംഗിച്ചിരുന്നൊരു കാലം അതൊക്കെ മാറി കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു ഇതിന് സുന്നി കാണാനില്ലല്ലോ. ഇന്ന് വരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. കൂറ്റമ്പാറ ആ വിഷയം ഒന്ന് പറയട്ടെ. അതിന്റെ ചുരുക്കമാണ് സുന്നി എന്നത്. ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനകളുടെ എല്ലാം ആദ്യത്തിൽ കാണുന്ന എസ്. ഇപ്പൊ നമ്മളെ മദ്രസയിലെ കുട്ടിയൊക്കെ സംഘടന ഉണ്ട്, SBS എന്ന് അതിന് പറയാം. ഇവിടെ സാറ് SBS, സുന്നി ബാലസംഘം, സുന്നി വിശ്വാസികളായ കുട്ടികളുടെ കൂട്ടായ്മ. അതിന് കുറച്ചും കൂടി മീതൊക്കെ പോയാൽ SSF, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിന് കുറച്ചും കൂടി പേരൊക്കെ പോകുമ്പോ SYS, സുന്നി യുവജന സംഘം. ഇതൊക്കെ പേരിലുള്ളൂ. ഈ വെള്ളിക്കോലി പറഞ്ഞ സാധനം കണ്ടിക്കണം നിങ്ങള്? ഈ കുണ്ടന്മാർക്ക് തിരിയില്ല, പഴയൽക്കാർക്ക് അറിയാം. പണ്ടിങ്ങനെ പൂളിൻ ചക്കരയൊക്കെ തൂക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തുലാസന് വെള്ളിക്കോലി. എന്ത് കേട്ടാൽ ഇത് മുഴുവൻ വെള്ളി കൊണ്ടാണ്. അത് അരിച്ചു പൊറിക്കാൽ 0.5% വെള്ളി അതിന് കിട്ടൂല. അതിന്റെ പേര് വെള്ളിക്കോലി എന്ന്. അങ്ങനത്തെ ഒരു സംഘടന കൂട്ടിയാൽ മതി. ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കി വന്നു നോക്കുമ്പോൾ അതിന് പേര് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തിലാണ് പെണ്ണുങ്ങൾക്ക് പിന്നെ ഖുതുബോധാന്നൊക്കെ എഴുതിയത്. പൈക്ക് കിടക്കണില്ല, പോട്ടെയുണ്ട്. അതിന്റെ ഉസ്താദുമാരായ കാവൽ ഭടന്മാർക്ക് പേര് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത സഭക്ക് സുന്നി ജംഇയ്യത്തുൽ ഉലമ. കണ്ടങ്ങള് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ല, സാധു അറിയാതാണ് പറഞ്ഞതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926 വരക്കൽ മുല്ലക്കോയ തങ്ങളെ സ്ഥാപിതമായി. കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ 1933/34 1-ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1 ഭാഗം വരട്ടെ. ഇത് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്, വേറെ സംഘടനയാണ്. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ ഒക്കെ പറഞ്ഞ മാതിരി പണ്ഡിത സഭക്ക് സുന്നി ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് പേര് സുന്നി മർക്കസ്. അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ ഒത്തുചേരുന്നുണ്ടോ? അത് സുന്നിക്ക് വേണ്ടി. അപ്പൊ കേരള മുസ്ലിം ജമാഅത്തോ? മറുപടിയില്ല. കേരള മുസ്ലിം ജമാഅത്തിൽ സുന്നി കാണാനില്ല. അപ്പൊ എല്ലാം സുന്നിക്ക് വേണ്ടിയാണ്. കേരള മുസ്ലിം ജമാഅത്തിന് സുന്നില്ല. അപ്പൊ അന്വേഷിച്ച് നോക്കും എന്താ നിങ്ങള്? വെറും സുന്നി സുന്നി എന്ന് പറഞ്ഞ് മാത്രം നടന്നാൽ സമസ്തനെ അടിക്കാൻ ഒരു വടി, ബലമായൊരു വടി കിട്ടൂല. അപ്പൊ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം മുസ്ലിമീങ്ങളിൽ ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ആരെയും പ്രതിനിധാനം ചെയ്യാൻ പറ്റുന്ന, ആരെയും കൂട്ടുപിടിക്കാൻ പറ്റുന്ന, സമസ്തയെ അടിക്കാൻ പറ്റുന്ന നല്ലൊരു വടി കിട്ടണമെങ്കിൽ ഒരു മുസ്ലിം ബഹുജന കൂട്ടായ്മ വേണം. അതാണ് കേരള മുസ്ലിം ജമാഅത്ത്. ആ ബഹുജന കൂട്ടായ്മയുടെ അനന്തരഫലം മഹല്ലുകളിൽ നടക്കുകയാണ്. ഉദാഹരണം പറയാം, ഈ കേരള മുസ്ലിം ജമാഅത്തിന് യൂണിറ്റ് ഉണ്ടാക്കി. ഈ താനാളൂർ ഈ മഹല്ലിൽ യൂണിറ്റ് ഉണ്ടാക്കിയ പള്ളിയുടെ മുമ്പിൽ ഒരു ബോർഡ്, കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. പള്ളിക്കൊക്കെ വരുന്നവൻ അന്തം വിടൂലേ? കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി, അത് നമ്മൾ പള്ളി കമ്മിറ്റി നയിക്കാരം. അങ്ങനെ ചെരുപ്പൂരി ഹൈക്കോടതി കയറുമ്പോൾ അവിടെ ഒരു ബോർഡ്, താനാളൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. അത് രണ്ടെണ്ണം ഒരുപോലെ. മനുഷ്യന്മാരാകെ ഇൽത്തിബാസാകും, ഇൽത്തിബാസ് ആകണം. അതിനു വേണ്ടിയിട്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പേരിട്ടത്. അത് അതാത് മഹല്ലുകളിലേക്ക് നിസ്ബ ചെയ്ത് ചേർത്തി പറയാം. താനാളൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി, കുഴിമണ്ണ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി, രാമന്തളി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. അതാത് മഹല്ലിലേക്ക് നിസ്ബ ചെയ്ത് പറഞ്ഞാൽ ഇത് പുതിയ സംഘടനയാണോ അത് ഇതേ നാട്ടിലത്തെ മഹല്ല് കമ്മിറ്റിയാണോ എന്ന് ആളുകൾ ആകെപ്പാട് തസ്ബീസാവും. റെസീറ്റ് അടിച്ചാലും സുഖാണ്, പിരിച്ചാലും സുഖാണ്, കൊടുങ്ങൂല. അതിന്റെ പുതിയൊരു തന്ത്രമാണ് കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. ആ ഒരു തന്ത്രത്തോടുകൂടെ
സമസ്തക്കെതിരെ അന്ന് ആരോപിച്ചിരുന്ന ആരോപണങ്ങളിൽ അതിവിദൂരമായി സമസ്ത ഈ ആദർശത്തിൽ നിന്ന് മാറി നിന്നു. ഞാൻ ഈ കടക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും അത് എന്നും സുതാര്യമാണ്. ആ സുതാര്യമായ ആശയങ്ങളും ആദർശങ്ങളും അത് നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോവുകയും അല്ലാഹ് ബില്ലാഹ് എന്ന ചിന്തയോടുകൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. ഇവിടെ ഹെൽമെറ്റിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം പറയാൻ ഞാൻ ആ പ്രസംഗം കരിമാനെ 14 ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഹെൽമെറ്റിയുടെ കച്ചവടം നടന്നതുകൊണ്ട് ഞാൻ അതിന്റെ ചെറിയൊരു വിഷയം പറയാം. ഹെൽമെറ്റ് ആർക്കും വെക്കാം, അത് സബീൽ മൂബി കാത്തൊന്നല്ല കേട്ടോ. ഹെൽമെറ്റ് പണ്ടേ ബുക്കിൽ ബൈക്ക് ഇറങ്ങി മുതൽ ഹെൽമെറ്റ് ബുക്കിൽ തുടങ്ങിയിരിക്കണേ. പക്ഷേ സിറാജുൽ ഹുദയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ഹെൽമെറ്റ് പുറത്തിറക്കിയപ്പോൾ അതിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗങ്ങൾക്ക് ഹെൽമെറ്റിന്റെ 5 ഗുണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് ഏത് കിതാബിലാണ് നമുക്ക് ഇതിനെ കിട്ടിയിട്ടില്ല. എന്നാ ഹെൽമെറ്റിന് മുമ്പും പടില്ലേനിയോ മോനാന്ന് പറയട്ടെ. എന്താന്ന് ചോദിച്ചാല് ഓരോ ജില്ലയിലും 25 ഹെൽമെറ്റ് വിതരണം. അതിൽ 5 കാര്യമുണ്ട്. ഹെൽമെറ്റ് ഇട്ടാൽ 5 കാര്യങ്ങൾ അവിടെ കിട്ടും നമുക്ക്. 1 തലമറച്ച സുന്നത്ത്. അതെന്താ ഞാൻ കേട്ടില്ല. അതിൽ 5 കാര്യമുണ്ട്. അപ്പൊ നമ്മൾ സ്വലാത്തി അല്ലാൽ ഇത്ര ഗുണമുണ്ടെന്നൊക്കെ നമ്മൾ സാധാരണ പറയലുണ്ട്. തഹജ്ജുദ് നിസ്കരിച്ചാൽ ഇത്ര ഗുണം, ദുഹാ നിസ്കരിച്ചാൽ ഇത്ര ഗുണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ ഹെൽമെറ്റ് ഇട്ടാളെ ഗുണം ഇതിന് കേട്ടിന് കുണ്ടന്മാർക്ക് എന്തൊരു സന്തോഷാര്യങ്ങൾ വലിയ സന്തോഷമായി. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ പരിചാന്ന ഹെൽമെറ്റിനെ പറ്റി അദ്ദേഹം പറയണേ. ഓ പറഞ്ഞാണ് 1 തലമറച്ച സുന്നത്ത്. അപ്പൊ ഇനി പള്ളിക്ക് പോകുമ്പോ ഹെൽമെറ്റ് ഇട്ട് പോയാൽ മതി. തലമറച്ച സുന്നത്ത് കിട്ടുമല്ലോ. സുജൂദ് ചെയ്യുമ്പോൾ ഒന്നാട് തല കുത്തണം പറഞ്ഞാടുന്ന മാത്രം. കാരണം ഹെൽമെറ്റ് ഇട്ട് സുജൂദ് എങ്ങനെ ചെയ്യാം? ആയിക്കോട്ടെ, എന്നാലും വണ്ടിയില്ല. മറ്റൊന്ന് തലക്ക് പരിക്ക് പറ്റാതിരിക്കാൻ. തലക്ക് പരിക്ക് പറ്റൂല, രണ്ടാമത്തെ സുന്നത്ത്. വേറെ ഒന്ന് കൃത്യത്തിന് ഓരോ സ്ഥലത്തും എത്തിച്ചേരൽ. കാരണം പോലീസുകാർ പിടിച്ചു വെക്കൂല. അപ്പൊ കൃത്യസ്ഥലത്തേക്ക് എത്താൻ ഹെൽമെറ്റ് ഇടുക. കാരണം ബൈക്കിൽ നിന്ന് പോലീസ് പിടിച്ചൂല. ഹെൽമെറ്റ് ഇടാതെ പോയാൽ പിന്നെ പോലീസ് പിടിക്കും, സമയം വയ്ക്കുമല്ലോ. 4-മത്തത് നിയമം ലംഘിക്കാതെ ജീവിക്കണം എന്ന മെസ്സേജ് നൽകുക. ബാക്കിയുള്ളവർക്കൊക്കെ നിയമം ലംഘിക്കാം. മഹല്ല് 2 മദ്രസ 2 ബാപ്പാനോടും ഉണ്ടാക്കാം, അമ്മാനോടും ഉണ്ടാക്കാം, അവിടെയൊക്കെ നിയമം ലംഘിക്കാം. ഇവിടെ ഹെൽമെറ്റ് നിയമം ലംഘിക്കണം. കാരണം ഹെൽമെറ്റ് ഇട്ടാ പിന്നെ പോലീസിന്റെ നിയമം അങ്ങനെയാണല്ലോ. 5-മത്തത് അതിന്റെ ബാക്കിലും സൈഡിലും സിറാജുൽ ഹുദ സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 എന്ന പ്രചരണം. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.